السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ ഉലമാക്കൾ, സാദാത്തുക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സ്നേഹം നിറഞ്ഞ യുവാക്കൾ, മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹു നമ്മെ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും ആക്കി. അത് റബ്ബ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മറ്റുള്ള എല്ലാ അനുഗ്രഹങ്ങളും ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ഏത് രംഗത്തുള്ള അനുഗ്രഹങ്ങളാണെങ്കിലും അതെല്ലാം മരണത്തോടുകൂടി അവസാനിച്ചു പോകുന്നതാണ്. നമ്മൾ മരിക്കുമെന്നതിൽ ആർക്കും രണ്ടഭിപ്രായം ഇല്ല. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ മരണം വരുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് എടുക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചു. എല്ലാവർക്കും ഉറപ്പാണ് മരണം മുന്നിലുണ്ട് എന്നത്. ലോകം മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബ്, അവൻ മാത്രമേ സൃഷ്ടാവുള്ളൂ, പടച്ചവനുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും, അവൻ മാത്രമേ കൊടുക്കുന്നവനും തടയുന്നവനും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നവനും ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുമാണ് മുസ്ലിമീങ്ങൾ. എല്ലാ ദിവസവും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഓതാൻ കൽപ്പിക്കപ്പെട്ട സൂറത്താണ് തബാറക സൂറത്ത്. അതിന്റെ തുടക്കം തന്നെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അല്ലാഹു തആല വലിയ ഖൈറുള്ളവനാണ്, വലിയ അനുഗ്രഹം ചെയ്യുന്നവനാണ്. ബിയദിഹിൽ മുൽക്ക്, അവന്റെ അടുക്കലാണ് അധികാരം. താൽക്കാലികമായ ബാഹ്യമായ ചില അധികാരങ്ങൾ ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും പലർക്കും നമ്മൾ കാണാറുണ്ട്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന സമയത്ത് അവൻ നിശ്ചയിച്ചതുപോലെ നൽകപ്പെടുന്ന ബാഹ്യമായ അധികാരങ്ങളാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂതിൽ മുൽക മൻ തശാ വതുഇസ്സു മൻ തശാ മാലിക്കൽ മുൽക്കി തൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരങ്ങൾ പലതും പലർക്കും നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീ എടുത്തു കളയുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ ഔന്നത്യത്തിൽ ഇസ്സത്തിലാക്കുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിരാക്കുന്നു. ബിയദിക്കൽ ഖൈർ, എല്ലാ നന്മകളും നിന്റെ അടുക്കൽ തന്നെയാണ്. ആർക്കും അല്ലാഹു തആല ഒന്നും കൈവിട്ടു കൊടുക്കുക എന്ന് പറയുന്നത് പോലെ വിട്ടുകൊടുത്തിട്ടില്ല. ബിയദിഹിൽ മുൽക്ക്, അധികാരം അല്ലാഹുവിന് തന്നെയാണ്. അതാണ്
മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ല അനിശ്ശബീഹി വന്നദീരി എന്ന് ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോകപ്രസിദ്ധമായ ഉപദിന്റെ ആമുഖത്തിൽ തന്നെ ചൊല്ലിയിട്ടുള്ളത്. എല്ലാം സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്. എല്ലാം യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. നമ്മൾ ചിലപ്പോ ചില ബാഹ്യമായ അർത്ഥത്തിൽ അവനാണതുണ്ടാക്കിയത് എന്ന് പറയും. ഖുർആനിൽ തന്നെ തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടിക്കുന്നവരിൽ ഏറ്റവും നല്ലവനാണ് അല്ലാഹു എന്നുണ്ട്. അതിന്റെ അർത്ഥം മറ്റുള്ളവർ സൃഷ്ടിക്കും എന്നല്ല, അതിന്റെ ഉദ്ദേശം അതല്ല. അത് രൂപപ്പെടുത്തുന്നവർ എന്ന അർത്ഥത്തിൽ ഖാലിഖ് എന്ന പ്രയോഗം പ്രയോഗിച്ചതാണ്. ഏതുപോലെ യുദബ്ബിറുൽ അംർ, സർവ്വ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. എന്നാൽ ഈ സ്റ്റേജ് നിയന്ത്രിക്കുന്ന അധ്യക്ഷനുണ്ട്, ആ വണ്ടി നിയന്ത്രിച്ച ഡ്രൈവറുണ്ട്, പ്ലെയിൻ നിയന്ത്രിച്ച പൈലറ്റുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനർത്ഥം ആത്യന്തികമായി നിയന്ത്രണം അവരുടെ കയ്യിലാണ് എന്നല്ല. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവ് കൊണ്ട് അല്ലാഹു നിശ്ചയിച്ച വിധത്തിൽ അതിന്റെ പ്രവർത്തനം നടത്തുന്നു, കൈകാര്യം ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ സ്ഥലത്ത് വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം. നിയന്ത്രിക്കുന്നവർ എന്ന് ബഹുവചനമാണ് അവിടെ പറഞ്ഞത്. അള്ളാഹുവിനെ സംബന്ധിച്ചൊരിക്കലും ബഹുവചനം പറഞ്ഞ് കുറെ ഉണ്ടെന്ന് വരുത്തി തീർക്കൂലല്ലോ. അപ്പോൾ നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? അത് മുതസർരിഫീങ്ങൾ, കൈകാര്യം ചെയ്യുന്നവർ എന്ന അർത്ഥത്തിലാണ്. നിയന്ത്രണം എപ്പോഴും കൺട്രോൾ അള്ളാഹുവിന്റെ അടുക്കലാണ്. അങ്ങനെ നിയന്ത്രിക്കുന്ന മലക്കുകൾ ഉണ്ട്. ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞു, അള്ളാഹുവിന്റെ നിർദ്ദേശത്താൽ, അള്ളാഹുവിന്റെ ഓർഡറിനാൽ നിയന്ത്രിക്കുന്ന അഥവാ കാവൽ നൽകുന്ന മലക്കുകൾ ഉണ്ട്. യഥാർത്ഥത്തിൽ കാവൽ നൽകുന്നവൻ അള്ളാഹുവാണ്. പക്ഷേ അള്ളാഹുവിന്റെ കാവലിന് കാരണമായി നിമിത്തമായി പ്രവർത്തിക്കുന്ന മലക്കുകൾ ഉണ്ട്. അവർ മുതസർരിഫീങ്ങളാണ്. മുതസർരിഫ് എന്ന അർത്ഥത്തിൽ അവിടെ നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞത് അതിന്റെ ഉദ്ദേശം കൈകാര്യമാണ്, അല്ലാതെ സർവ്വ വിഷയങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിനാണ്. ഇതുപോലെ ഇവിടെ അൽഹംദുലില്ലാഹ് ഈ സുള്ളിയയിൽ ദീനീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജമാഅത്ത്, ഇതിന്റെ പരിസരങ്ങളിലുള്ള 30ഓളം ജമാഅത്തുകൾ അതിന്റെ ആത്മീയമായ കൈകാര്യം ചെയ്യാൻ വേണ്ടി മഹാനായ സുൽത്താനുൽ ഉലമയെ ഖാദിയായി അവരോധിക്കുന്ന ഒരു പരിപാടി 30-ാം തീയതിയാണെന്ന് ഞാൻ ഓർക്കുന്നു, ഇവിടെ നിശ്ചയിക്കപ്പെട്ടതായി അറിയാൻ സാധിച്ചു. ഏതൊരു ഖാദിക്കും അതുപോലെ ഏത് മഹല്ല് ഭാരവാഹികൾക്കും ഏത് രാജാവിനും ലഭിക്കുന്നത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി കൈകാര്യം ചെയ്യുക എന്നതാണ്. ആ കൈകാര്യം ചെയ്യുന്നവർ പല വിഷയത്തിലും പല കൈകാര്യക്കാരുണ്ട്. ഭരണം കൈകാര്യം ചെയ്യുന്ന രാജാക്കന്മാരുണ്ട്, പക്ഷേ അവരെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അതുപോലെ വണ്ടി നിയന്ത്രിക്കുന്ന ഡ്രൈവർ, ആ ഡ്രൈവറെയും വണ്ടിയെയും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഡ്രൈവർക്ക് വിചാരിച്ചതുപോലെ വാഹനം കൊണ്ടുപോകാൻ കഴിയാതെ ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നു. അല്ലാഹു കാക്കട്ടെ. പ്ലെയിൻ നിയന്ത്രിക്കുന്ന പൈലറ്റിന് ചിലപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ പ്ലെയിൻ അപകടങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ മംഗലാപുരത്ത് തന്നെ പ്ലെയിൻ അപകടം സംഭവിച്ച് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയത് നമുക്ക് ഓർമ്മയിൽ ഉണ്ട്. നിയന്ത്രണം പൈലറ്റിനായിരുന്നുവെങ്കിൽ അദ്ദേഹമടക്കം മരിക്കുന്ന വിധത്തിലാവുകയില്ല. നിയന്ത്രണം യഥാർത്ഥത്തിൽ അല്ലാഹുവിനാണ്. ഇതുപോലെ എല്ലാ വിഷയത്തിന്റെയും നിയന്ത്രണം ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഞാൻ ഇന്നലെ പുത്തൻവാദികളുടെ ഒരു ക്ലിപ്പ് കേട്ടു. അവർ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ വെച്ചുകെട്ടുകയാണ് ഇല്ലാത്ത ചില ആരോപണങ്ങൾ. അതിൽ പെട്ടതാണ് സുന്നികളിൽ ചിലർ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നത് ഇന്ന ഒരു വലിയാണ് എന്ന് പറയുന്നുണ്ട് എന്ന ആരോപണം. ഇവിടെ അവരുടെ പത്രമായ അൽമനാറിൽ ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മലക്കുകളാണ് എന്ന് പറഞ്ഞ അൽമനാർ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം മലക്കുകളാണ് പടച്ചവനല്ല എന്നാണോ ആ സലഫികളുടെ, ആ മുജാഹിദുകളുടെ വാദം? അത് അവരുടെ അൽമനാറിലുള്ളതാണ്. മലക്കുകളാണ് ലോകകാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നവരെയും നിയന്ത്രിക്കുന്നവനാണ് അല്ലാഹു തആല. ഡ്രൈവറെയും വാഹനത്തെയും പ്ലെയിനിനെയും
അതുപോലെ പൈലറ്റിനെയും യാത്ര ചെയ്യുന്നവരെയും എല്ലാവരെയും ഒരേ സമയം നിയന്ത്രിക്കുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ നാം. ആ വിശ്വാസമാണ് നമ്മുടെ ബലം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് ഹൃദയങ്ങളുടെ സമാധാനം. നമ്മളെല്ലാം വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല ഖൈറും ശർറും മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മളാരും ഈമാൻ കാര്യം വിശ്വസിക്കുമ്പോൾ ഖൈറും ശർറും അമ്പിയാക്കളിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മളാരും വൽ ഖദരി ഖൈരിഹി വശർരിഹി മിൻ ഔലിയാഇല്ലാഹി തആല ഖൈറു ശർറും അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ നിന്നാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഖൈറും ശർറും മുതലാളിമാരിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നില്ല. ഖൈറും ശർറും രാജാക്കന്മാരിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു എല്ലാ നന്മയും തിന്മയും അല്ലാഹുവിങ്കിൽ നിന്നാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പല നന്മക്കും നിമിത്തങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിമിത്തങ്ങളാണ് പലപ്പോഴും ഗവൺമെന്റ് നിമിത്തമായി പല നന്മയും ലഭിക്കും. നമ്മളെ റോഡ് നന്നായി കിട്ടാൻ ഗവൺമെന്റിന്റെ തീരുമാനം, മുനിസിപ്പാലിറ്റിയുടെ തീരുമാനം, അങ്ങനെ ഭരണാധികാരികൾ എന്ന് നമ്മൾ പറയുന്നവർ യഥാർത്ഥത്തിൽ അവരെയും ഭരിക്കുന്നവൻ അല്ലാഹുവാണ്. അവരെ മനസ്സ് നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അവരെ ശരീരം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. പലപ്പോഴും പലരും പറയാറുണ്ട് ലോകമൊട്ടാകെ ഇപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അമേരിക്ക പല സംഗതികളും കൈകാര്യം ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നിയന്ത്രിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അവർക്കാണ് കൺട്രോള് എന്നല്ല. അങ്ങനെയാണ് കൺട്രോളെങ്കിൽ അവിടെ അങ്ങനെ ഒരു തീ പിടിക്കുകയില്ല. വലിയ തീ പിടിച്ചപ്പോൾ പേടിച്ച് വിറക്കുകയാണ് എല്ലാ ഡമ്പുള്ളവരും, എല്ലാ ട്രംപും ഒരുപോലെ പേടിച്ച് വിറക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതെ, അതിവിടെ തീ കത്തണമോ കത്തണ്ടയോ എന്ന് തീരുമാനിക്കാൻ അധികാരമില്ല. കത്തിയാൽ അള്ളാഹു ഉദ്ദേശിച്ച സമയത്തല്ലാതെ അത് കെടുത്താനും കഴിയില്ല. എല്ലാ വിഷയങ്ങളും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. എന്റെ ഹാർട്ടും എന്റെ ബ്രെയിനും എന്റെ കരളും എന്റെ ശ്വാസകോശവും എന്റെ കിഡ്നിയും എന്റെ ശരീരവും ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും ശരീരത്തിലെ ഓരോ നാഡിനരമ്പുകളും ശരീരത്തിലെ എല്ലും പല്ലും തോലും കണ്ണും കയ്യും കാതും മൂക്കും നാക്കും എല്ലാം അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. അതെന്റേത് മാത്രമല്ല, അമേരിക്കയുടെ പ്രസിഡന്റിന്റെയും ശരീരം പടച്ചവന്റെ അധികാരത്തിലാണ്. അള്ളാഹു ഉദ്ദേശിക്കാത്തതൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല. ഒരു പ്രധാനമന്ത്രിക്കും കഴിയില്ല, ഒരു രാജാവിനും കഴിയില്ല. എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അവൻ തീരുമാനിച്ചതുപോലെ നടക്കും. അവൻ തീരുമാനിക്കാത്തതൊന്നും ഇവിടെ നടക്കുകയില്ല. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹു ഉദ്ദേശിച്ചത് സംഭവിക്കും, അല്ലാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യം ഉദ്ദേശിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധ്യമല്ല. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ മാത്രമേ, ഞാൻ ഇവിടെ പ്രസംഗിക്കണം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചു, ഞാനും ഉദ്ദേശിച്ചു, പക്ഷേ ആ കാര്യം നടന്നുകൊള്ളണം എന്നില്ല. അത് നടക്കണമെങ്കിൽ എൻ്റെ റബ്ബ് ഉദ്ദേശിക്കണം. എൻ്റെ റബ്ബ് ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മാ ശീത കാൻ വഇല്ലം അശൈ വമാ ശീതു ഇല്ലം തശൈ ലം യകുൻ. അല്ലാഹുവേ, നീ ഉദ്ദേശിച്ചത് സംഭവിക്കും, ഞാൻ ഉദ്ദേശിച്ചില്ലെങ്കിലും സംഭവിക്കും. വമാ ശീതു ഇല്ലം തശൈ ലം യകുൻ. ഞാൻ ഉദ്ദേശിച്ചത് നീ ഉദ്ദേശിച്ചില്ലെങ്കിൽ അതുണ്ടാവുകയില്ല. ഖലഖതൽ ഇബാദ ലിമാ ഖദ് അലിംത ഫഫിൽ ഇൽമി യജ്രിൽ ഫതാ വൽ മുസിൻ. സർവ്വ സൃഷ്ടികളെയും നീ സൃഷ്ടിച്ചു, നിന്റെ അടിമകളാണ് എല്ലാ സൃഷ്ടികളും, നീയാണ് ഉടമസ്ഥൻ. നീ എന്താണോ അവരെ കൊണ്ട് ഉദ്ദേശിച്ചത് നീ നടപ്പാക്കുന്നു. നിനക്കറിയാം ഓരോരുത്തരും എന്താണ് ചെയ്യുകയെന്ന്. ഫഫിൽ ഇൽമി യജ്രിൽ ഫതാ വൽ മുസിൻ. യുവാക്കൾ നീങ്ങുന്നതും പ്രായമുള്ളവർ നീങ്ങുന്നതുമെല്ലാം നീ നേരത്തെ അവരെ കുറിച്ച് തീരുമാനിച്ചതും അറിഞ്ഞതും ഉദ്ദേശിച്ചതും അനുസരിച്ചാണ്. ഫമിൻഹും ശഖീയുൻ വമിൻഹും സഈദ് വമിൻഹും ഖബീഹുൻ വമിൻഹും ഹസൻ. മനുഷ്യരിൽ, നിന്റെ അടിമകളിൽ പരാജിതരായി പോകുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളെ പരാജിതരാക്കരുത്. അല്ലാഹ്. വമിൻഹും സഈദ്, അവരിൽ വിജയം കൈവരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ ഈ വീട്ടിലും നീ വിജയിപ്പിക്കണേ. അല്ലാഹ്. വമിൻഹും ഖബീഹുൻ വമിൻഹും ഹസൻ. അത്തരം ആളുകളിൽ
ഖബീഹായവരുണ്ട്, മോശക്കാരുണ്ട്, വളരെ ബടക്ക് സ്വഭാവമുള്ളവരുണ്ട്. അപ്പം ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്നെ വളരെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ ഒരു പ്രധാന വ്യക്തി, അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഒരു ചിത്രം കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊരു സെൽഫി, നിങ്ങളെ സെൽഫി എടുത്തതാണ്. എങ്ങനെ? സുബ്ഹാനല്ലാഹ്, നമ്മൾ സാധാരണ നിലക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ അറിഞ്ഞോ അറിയാതെയോ സെൽഫി എടുക്കുമ്പോൾ നമ്മൾ കൈപിടിച്ച് തട്ടൂല. കാരണം നമ്മൾ മോശമായ സ്വഭാവക്കാരനാകാൻ പറ്റൂലല്ലോ. ഇവൻ സെൽഫിയാണോ അല്ല, ഇവൻ ഏതെങ്കിലും പിഴച്ച ആളാണോ എന്നൊന്നും നമുക്കറിയൂലല്ലോ, അള്ളാഹുവിനല്ലേ അറിയൂ. അപ്പോൾ അത് ഖബീഹായ മനുഷ്യരുടെ സ്വഭാവമാണ്, ബടക്ക് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. എന്നെ അദ്ദേഹത്തിന് അറിയാതിരിക്കൂലല്ലോ. അപ്പോൾ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന, ഖിയാമത്ത് നാളാവുമ്പോൾ കബളിപ്പിക്കുന്നവർ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾക്ക് ഇങ്ങനെ കൊണ്ടുവരണ്ടോ, ഞാനും പേരോട് തമ്മിൽ വലിയ ബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ചതിക്കാൻ വേണ്ടിയുള്ള പ്രയോഗം, അത് ബടക്ക് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. നല്ലവരത് ചെയ്യൂല. നിങ്ങൾ എനിക്കൊരു ₹1,00,00,000 തന്നാൽ പോലും ഞാനൊരു സെൽഫിയാണെന്ന് മനസ്സിലായ ഒരു മൗലവിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ എന്നെ കിട്ടൂല. ₹1,00,00,000 ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാലും കിട്ടൂല. കാരണം ആ ബടക്ക് മനുഷ്യരുടെ കൂടെ ഞാൻ എന്തിനു നിൽക്കണം? എനിക്കെന്തിനും അവൻ്റെ കൂടെ ഫോട്ടോ വേണം? നേരെ മറിച്ച് ഞാനൊരു മുശ്രിക്കാണെന്നും ഞാൻ കാഫിറാണെന്നും പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നവരാണ് സെൽഫികൾ. നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ തന്നെ പ്രസംഗിച്ച പ്രസംഗം എൻ്റെ കൈ വെച്ചിട്ടുണ്ട്. പേരോട് കാഫറാണ് എന്ന് പറഞ്ഞ്. ഇങ്ങനെ അവരുടെ ദൃഷ്ടിയിൽ ഞാനൊരു മുശ്രിക്കും കാഫറുമാണെങ്കിൽ എൻ്റെ കൂടെ സെൽഫി എടുക്കുന്നവനേക്കാൾ വലിയ വിഡ്ഢി വേറെ ആരാണ്? അവൻ ആ വിശ്വാസപ്രകാരമാകുമ്പോൾ, അതേസമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ SSFന്റെ ഒരു പ്രവർത്തകനോ, SYSന്റെ ഒരു പ്രവർത്തകനോ, മുസ്ലിം ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനോ, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളോ വിശ്വാസികളോ എൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കുകയാണെങ്കിൽ അത് കുഴപ്പമൊന്നും പറയാനില്ല. കാരണം അവർക്ക് എന്നെ സ്നേഹിക്കാൻ വകുപ്പുണ്ട്, എനിക്ക് അവരെ സ്നേഹിക്കാനും വകുപ്പുണ്ട്. വെറുക്കുന്ന ആളുകളെ കൂടെ ആരെങ്കിലും സെൽഫി എടുക്കാൻ നോക്കും. അപ്പോൾ എന്താണ്? ഖബീഹ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ബടക്ക് മനുഷ്യന്മാരുണ്ട്. ശാഫി ഇമാം തങ്ങൾ പറയാണ്, വമിൻഹും ഖബീഹുൻ വമിൻഹും ഹസൻ. ജനങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരുണ്ട്, അവർ നല്ലതേ ചെയ്യൂ, അവർ വിശ്വസിക്കുന്നതേ പ്രവർത്തിക്കൂ, പ്രവർത്തിക്കുന്നതേ പറയൂ, അവർ ചതിക്കാൻ നിൽക്കൂല, കള്ളം പറയൂല, വാക്ക് ലംഘിക്കൂല, ആരെയും വഞ്ചിക്കൂല, അവരെപ്പോഴും നല്ലതുമായി ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ അതിന് ഭാഗ്യം വേണം. അള്ളാഹുവിനോട് ശാഫി ഇമാം അള്ളാഹുവിനോട് പറയാണ്, നല്ല കാര്യം ചെയ്യുന്നവർക്ക് നീ അനുഗ്രഹം ചെയ്തു അല്ലാ. ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, ആ വിശ്വാസം അത് ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും അതനുസരിച്ച് നീങ്ങാനും ഭാഗ്യം കൊടുത്തവർ, ആ കക്ഷികൾക്ക് നീ അനുഗ്രഹം ചെയ്തു അല്ലാ. അതേപോലെ മദ്യപിക്കാതെ, അതേ സിന ചെയ്യാതെ, വ്യഭിചരിക്കാതെ, അന്യ സ്ത്രീകളുടെ മുഖത്ത് നോക്കി ആസ്വദിക്കാതെ, അന്യപുരുഷന്മാരെ മുഖത്ത് നോക്കി ആസ്വദിക്കാതെ, അന്യ സ്ത്രീകളെ ചാറ്റ് ചെയ്യാതെ, അന്യപുരുഷന്മാർക്ക് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്താതെ, സ്വന്തം ഭർത്താവിൻ്റെ അവൻ്റെ പൈസ കൊണ്ട് വാങ്ങിയ ഫോൺ എടുത്ത് അവൻ ഇഷ്ടപ്പെടാത്തവരെ വിളിക്കാതെ, അവൻ്റെ വീട്ടിലേക്ക് അവൻ പൊരുത്തപ്പെടാത്തവരുടെ കാല് വെക്കാൻ അനുവദിക്കാതെ, ആ ഭർത്താവിൻ്റെ അതേ ഹളറത്തിലും അദ്ദേഹം അവിടെ കൂടെയുള്ള സമയത്തും, അദ്ദേഹം ഏത് രാജ്യത്തുള്ള സമയത്തും, അതേ ഫസാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. നല്ലവരായ സ്ത്രീകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? ഭർത്താവ് നാട്ടിലുണ്ടായാലും വീട്ടിലുണ്ടായാലും ഇല്ലെങ്കിലും അവർ അവരുടെ പതിവ്രത സൂക്ഷിച്ച് ജീവിക്കുന്നു, കാക്കേണ്ട കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. അവർ അന്യപുരുഷന്മാരെ നോക്കാനില്ല, അന്യപുരുഷന്മാരെ വിളിക്കാനില്ല, അന്യപുരുഷന്മാരുമായി ചാറ്റ് ചെയ്യാനില്ല. ഇതേപോലെ അന്യ സ്ത്രീകളുമായി ചാറ്റ് ചെയ്യാനോ അന്യ സ്ത്രീകളുമായി സല്ലപിക്കാനോ അള്ളാഹു അനുഗ്രഹിച്ച നല്ലവരായ മുഅ്മിനീങ്ങൾ ഇല്ല. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഈമാനുള്ളവരോട് പറയൂ നബിയെ, ഈമാൻ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവരോട് പറയാനാണ് ഖുർആൻ പറയുന്നത്. അല്ലാതെ വിശ്വാസമില്ലാത്ത ജനങ്ങളോട് നമ്മൾ ഈ ആത്മീയമായ ഉപദേശം നൽകുന്നില്ല. ഒരു യുക്തിവാദിയോട് നമ്മൾ ആത്മീയ ഉപദേശം നൽകുന്നില്ല. പടച്ചവനില്ലെന്ന് പറയുന്നവനോട് നമ്മൾ ഖുർആൻ ഓതി വഅദ് പറയുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാത്തവനോട് അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു നമ്മൾ പറയുന്നില്ല. കാരണം അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരം ആളുകളെ സംബന്ധിച്ച് ഖുർആൻ തന്നെ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ,
അവരെന്ത് പറഞ്ഞാലും കേൾക്കേണ്ടത് കേൾക്കൂല, കാണേണ്ടത് കാണൂല, ചിന്തിക്കേണ്ടത് ചിന്തിക്കൂല. അതേ അത്തരമുള്ള ആളുകൾ അലാ സംഇഹിം വഅലാ അബ്സാരിഹിം, അങ്ങനെ കണ്ണും കാതും ഒക്കെ മൂടിപ്പോയവർ, അഥവാ കാണേണ്ടതൊന്നും കണ്ടുപിടിക്കാതെ നോക്കേണ്ടത് നോക്കി പഠിക്കാൻ കഴിയാത്ത ഈമാനില്ലാത്തവർ, അവരോടല്ല നമ്മുടെ ഭാഷ. ഖുൽ പറയൂ നബിയേ ലിൽ മുഅ്മിനീൻ, ഈമാനുള്ളവരോട് പറയൂ യഗ്ദൂ മിൻ അബ്സാരിഹിം, അവരെ കണ്ണുകൾ കൊണ്ട് അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത്, കണ്ണ് താഴ്ത്തിക്കളയട്ടെ. വയഫദൂ ഫുറൂജഹും, അവരുടെ സ്വകാര്യ അവയവങ്ങൾ അവർ ഹറാമിൽ നിന്ന് സൂക്ഷിക്കട്ടെ. അവർ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ പാടില്ല, അന്യ സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല. അതേപോലെ അവർ അന്യ സ്ത്രീകളുടെ കൂടെ തൊട്ടുരുമ്മി ഇരുന്നും നടന്നും പ്രവർത്തിക്കാൻ പാടില്ല. അവർ അന്യ സ്ത്രീകളുടെ കൂടെ താമസിക്കാൻ പാടില്ല. ഒരിക്കലും ഒരു അന്യ സ്ത്രീയും അന്യപുരുഷനും ഒന്നിച്ച് ഒരു സ്ഥലത്ത്, ഒരു റൂമിൽ, ഒരു സ്ഥലത്ത് തനിക്കാൻ പാടില്ല. ഒരു ഭർത്താവിന്റെ അനുജന്റെ കൂടെ ജ്യേഷ്ഠന്റെ ഭാര്യ മോട്ടോർ സൈക്കിളിൽ പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ പാടില്ല. അതേപോലെ ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഖുർആൻ പഠിപ്പിച്ച നിയമങ്ങൾ, കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. ഇതുപോലെ അന്യ സ്ത്രീകളുമായുള്ള അനധികൃത ബന്ധം, അത് വിവാഹത്തിലൂടെയല്ലാത്ത ബന്ധം ഒരിക്കലും പാടില്ല എന്ന് പറയുന്ന ഖുർആൻ അതൊരു സ്ഥലത്തും രണ്ട് സ്ഥലത്തുമല്ല, ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വസിച്ചവർ നിശ്ചയം വിജയം കൈവരിച്ചു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ ഭക്തിപൂർവം നിസ്കരിക്കുന്നവരാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ്. ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊന്നും അവരില്ല. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കേരളത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെയുണ്ട് ചില ചെറുപ്പക്കാർ, അവർ അവരുടെ സ്നേഹിതൻ വിവാഹിതനാകുമ്പോൾ അവന്റെ കൂടെ വധൂഗ്രഹത്തിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ തമ്മാടിത്തവും തോന്നിവാസവും പോകുന്ന പോക്കിൽ ചെയ്യുന്നു. എൻ്റെ നാട്ടിൻ്റെ അടുത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു കേസുണ്ടായി ഈ അടുത്ത്. എന്താണ് കേസ്? ചെറിയ പിഞ്ചുകുട്ടി ഉറങ്ങിക്കിടക്കുകയാണ്. അതിന്റെ സമീപത്ത് ഒരു വിവാഹം, ഒരു കല്യാണം നടക്കുകയാണ്. അവിടെ നിന്ന് പോകുന്ന ഈ ചെറുപ്പക്കാർ വളരെ സൗണ്ടുള്ള കുറേ കഥിനകൾ, ചടക്കങ്ങൾ പൊട്ടിച്ചു. അത് കേട്ട് ഞെട്ടിത്തെളിഞ്ഞ ആ കുട്ടിക്ക് ഹാർട്ടിനോ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്കോ ആ കുട്ടി പേടിച്ച് ആ കുട്ടിക്ക് രോഗമായി പോയി. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്, പോലീസ് കേസെടുക്കുകയാണ്. ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു കല്യാണ വീട്ടിൽ പോവുകയാണ്. അത് കോഴിക്കോട് ജില്ലയിൽ എൻ്റെ നാട്ടിൻ്റെ അതിനേക്കാൾ അടുത്ത ഒരു സ്ഥലത്താണ്. അവിടെ ഞാൻ പോകുമ്പോൾ ആ വീട് കൃത്യമായി എനിക്കറിയില്ല. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പന്തൽ കണ്ടു. അതാകുമോ കല്യാണ പന്തൽ എന്ന് ഞാൻ സംശയിച്ചു. ഞാനവിടെ വണ്ടി നിർത്തി നോക്കുമ്പോൾ ആ പന്തലിന്റെ മുന്നിൽ പോലീസുകാർ വന്ന് എന്തെല്ലാമോ എഴുതിയെടുക്കുകയാണ്. നോക്കുമ്പോൾ അത് കല്യാണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞ, അല്ലെങ്കിൽ 1 ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞ മറ്റൊരു കല്യാണ വീടാണ്. അവിടെ എന്താണ് പോലീസുകാർക്ക്? നമ്മളൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കല്യാണ വീട്ടിൽ കല്യാണം നടന്ന ചെറുപ്പക്കാരന്റെയും ചെറുപ്പക്കാരിയുടെയും ബാപ്പമാർ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട്. അന്നൊന്നും വീട്ടിൽ പോലീസുകാർ വന്നിട്ടില്ല, പോലീസുകാർ വരേണ്ട ഗതികേടും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ബാപ്പയും ഉമ്മയും ഒക്കെ വിവാഹം കഴിച്ചത് നല്ല ഡിസിപ്ലിനോട് കൂടിയാണ്, അച്ചടക്കത്തോടു കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല. ആകെ പ്രശ്നം സൃഷ്ടിക്കണം എന്ന ഒരു ചിന്താഗതിയാണ്. ഇതിൽ നിന്ന് ചെറുപ്പക്കാർ പിന്മാറണം. അതിന് ചെറുപ്പക്കാർക്ക് പടച്ചവനെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാക്കണം. നമ്മളെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഞാൻ പറയട്ടെ, പ്രായം അല്ലാഹുവിനൊരു പ്രശ്നമല്ല. എത്ര ചെറുപ്പക്കാരായ ആളുകൾ മാരകമായ രോഗങ്ങൾ അടിമപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു 10 ദിവസം മുമ്പ് ആ ചെറുപ്പക്കാരന് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു. ആ സ്ട്രോക്ക് കാരണത്താൽ ആശുപത്രിയിലെത്തിയപ്പോൾ ആദ്യം തന്നെ 2.25 ലക്ഷം ഉറുപ്പികയോ 2.5 ലക്ഷം ഉറുപ്പികയോ സംഖ്യ ചെലവ് വരുന്ന ഒരു ഓപ്പറേഷൻ. പിറ്റേ ദിവസം വീണ്ടും 1.5 ചെലവ് വരുന്ന ഒരു ഓപ്പറേഷൻ. അല്ലാഹുവേ, നീ ആ കുട്ടിക്ക് പരിപൂർണ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് സമയത്തും എന്ത് രോഗവും നമ്മെ പിടികൂടാം. സുബ്ഹാനല്ലാഹ്, വൈകുന്നേരം വരുമ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതൻ ബഷീർ നിസാമിയെ സംബന്ധിച്ച് പറഞ്ഞു. നിസാമി എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പലപ്പോഴും പോയി രാത്രിയിൽ ചില സ്ഥലങ്ങളിൽ വാല് കഴിഞ്ഞ് വരുമ്പോൾ മർക്കസിൽ വല്ല പ്രോഗ്രാമും ഉണ്ടാകുമ്പോൾ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്.
നല്ല ഒരു പ്രവർത്തകൻ. പക്ഷേ ഇപ്പോൾ തീരെ സുഖമില്ല, ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ, നീ ആരോഗ്യം നൽകണം അല്ലാ. ഞാനിത് പറയുന്നത് എൻ്റെ ചെറുപ്പക്കാരെ മനസ്സിലാക്കാനാണ്. എത്രയെത്ര ചെറുപ്പക്കാർ സുബ്ഹാനല്ലാഹ് എന്തെല്ലാം രോഗങ്ങളാണ് പിടികൂടുന്നത്. നമ്മൾ അഹങ്കാരികളാകാൻ പാടില്ല. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വലാ തംശി ഫിൽ അർളി മറഹാ. സ്വന്തം മകനോട് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ വഖസിദ് ഫീ മശീക. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാനുൽ ഹകീം എന്ന് പറയുന്ന മഹാനായ വ്യക്തിയുടെ ഉപദേശം പറയാൻ ഒരു സൂറത്ത് തന്നെ അല്ലാഹു തആല ഇറക്കി. അതിൽ ഒരുപാട് വിഷയങ്ങൾ അല്ലാഹു പറഞ്ഞു. കൂട്ടത്തിൽ വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു, ലുഖ്മാനുൽ ഹകീം സ്വന്തം മകനോട് വഅദ് പറയുമ്പോൾ പറഞ്ഞ കാര്യം ഓർക്കുക, അത് ജനങ്ങളെ അറിയിച്ചു കൊടുക്കുക. മോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കരുതേ. പടച്ചവന് ഒരു വിഷയത്തിലും ഒരു തുല്യനും ഇല്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് വലിയ അക്രമമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിസ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറണം. ബാപ്പ ഉമ്മയെ അവഗണിക്കാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഒരിക്കലും ഈ വിവാഹ സമയത്ത് ജനങ്ങൾക്കിടയിൽ ബോറാകുന്ന, അതേ പോലീസ് കേസെടുക്കേണ്ടി വരുന്ന, സമൂഹത്തിന്റെ മുമ്പിൽ മോശമായി ചിത്രീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഈ മക്കൾ നടത്തുന്നതിൽ ഒരു ബാപ്പയും അതിൽ സംതൃപ്തരല്ല, ഒരു ഉമ്മയും സംതൃപ്തരല്ല. പക്ഷേ ബാപ്പാനെ അവഗണിക്കുന്നു, ഉമ്മയെ അവഗണിക്കുന്നു. ഈ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വിവാഹിതയാകുന്ന പെൺകുട്ടിയെ കുറിച്ചുമല്ല പറയുന്നത്. അവർ ചിലപ്പോൾ നിരപരാധികളായിരിക്കും. അവരുടെ കൂടെ പോകുന്ന യുവാക്കൾ, ആ യുവാക്കളുടെ ബാപ്പക്ക് അത് ഇഷ്ടമാണോ? മറ്റവരുടെ കല്യാണ വീട്ടിൽ പോലീസുകാരനെ കൊണ്ടുവരുന്നത് ആ സ്വന്തം ബാപ്പ ഇഷ്ടപ്പെടുവോ? സ്വന്തം ഉമ്മ ഇഷ്ടപ്പെടുവോ? നാട്ടിലെ ഖാദിയാർ ഇഷ്ടപ്പെടുവോ? പള്ളിയിലെ ഉസ്താദ് ഇഷ്ടപ്പെടുവോ? പ്രായമുള്ളവർ ഇഷ്ടപ്പെടുവോ? പക്ഷെ അതൊന്നും ഞങ്ങൾ വിലവെക്കൂല, ഞങ്ങൾ യുവാക്കളാണ് എന്ന അഹങ്കാരം ഓ യുവാക്കളെ നമ്മെ പിടികൂടരുത്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം പറയുന്ന കൂട്ടത്തിൽ മാതാപിതാക്കളെ കൊണ്ടുള്ള വസിയ്യത്താണ് ഖുർആൻ. വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ. ഈ ചെറിയ ചെറുപ്പക്കാരനെ ഇപ്പോൾ അവൻ എല്ലുണ്ട്, പല്ലുണ്ട്, ആരോഗ്യമുണ്ട്, ശക്തിയുണ്ട്, കഴിവുണ്ട്. എന്നാൽ ഇവൻ നേരത്തെ ചെറിയ പിഞ്ചു കുഞ്ഞായിരുന്ന സമയത്ത് വയറ്റിലിട്ട് പോറ്റിയവരാണ് ഉമ്മ. ആ ഉമ്മയുടെ ബഹുമാനം കുറച്ചുകൂടാ, ആ ഉമ്മാനെ ധിക്കരിച്ചുകൂടാ, ആ ഉമ്മാന്റെ പൊരുത്തത്തിനപ്പുറം നീങ്ങാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ 4-5 ദിവസം മുമ്പ് കാസർഗോഡ് ജില്ലയിൽ ഒരു ചെറുപ്പക്കാരനായ സയ്യിദിന്റെ പുതിയ വീട്ടിൽ കയറി. അദ്ദേഹം ക്ഷണിച്ചതനുസരിച്ച് അവിടുന്ന് ദുആ നടത്തി ഭക്ഷണം കഴിച്ചു. അദ്ദേഹം ഉമ്മക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു റൂം എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ഉമ്മാക്ക് വേണ്ടി തന്നെ നിർമ്മിച്ച ഒരു റൂം, നല്ല സൗകര്യമുള്ള ഭംഗിയുള്ള ഒരു റൂം. ആ റൂമിൽ കയറി ഞാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ ചുമരിൽ ഞാൻ ശ്രദ്ധിച്ചു, ഒരു ഹദീസിന്റെ ഭാഗം ആ സയ്യിദ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ്? അൽ ജന്നതു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഉമ്മമാരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ പൊരുത്തം വാങ്ങാതെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. അവരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗം. എൻ്റെ യുവാക്കളെ, നമുക്ക് എപ്പോഴും ഉമ്മമാരെ വലിയ പരിഗണന വേണം. ഖുർആൻ പ്രത്യേകം പറഞ്ഞില്ലേ, അതേ ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പ്രായമുള്ള ബാപ്പയെ അവഗണിച്ചുകൂടാ, പ്രായമുള്ള ഉമ്മയെ അവഗണിച്ചുകൂടാ. അവരെയാണ് ഏറ്റവും പരിഗണിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഒരു നേതാവായ ഒരു വ്യക്തി വന്നാൽ, ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവാണ്, അല്ലെങ്കിൽ ഒരു പണ്ഡിത സഭയുടെ നേതാവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഖാദിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആദരിക്കുന്ന മുദരിസാണ്. അവരൊക്കെ വന്നാൽ അവരുടെ മുമ്പിൽ നിങ്ങൾ വിനയാന്വിതരായി വളരെ അതേ ഭവ്യതയോടെ നിൽക്കാറില്ലേ? നല്ലത് തന്നെയാണ്.
അതേ അവരോടുള്ള അദബാണ്. എന്നാൽ അതിനേക്കാൾ നിങ്ങൾ ഏറ്റവും ഭവ്യതയോടെ നിൽക്കേണ്ടത്, അതിനേക്കാൾ നിങ്ങൾ വളരെയേറെ ബഹുമാനിക്കേണ്ടത് നിങ്ങളെ ഉമ്മയെയാണ്, ഉമ്മാമയെയാണ്, നിങ്ങളെ ബാപ്പയാണ്, ഉപ്പാപ്പയാണ്. ഖുർആൻ പറയാണ്, അതേ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരക്ഷരം മിണ്ടിപ്പോയിക്കൂടാ. ഉമ്മ എന്തിനാ അതൊക്കെ നോക്കുന്നത്, ബാപ്പ എന്തിനാ അതൊക്കെ നോക്കുന്നത്, അല്ല എൻ്റെ ഇഷ്ടമാണ്, അങ്ങനത്തെ വർത്തമാനം ഒന്നും പറയല്ലേ ചെറുപ്പക്കാരെ. അവർക്കിഷ്ടപ്പെടാത്ത ഒരക്ഷരം പറയാൻ പാടില്ല. വലാ തൻഹറുഹുമാ, അവരോട് ഗൗരവത്തിൽ സംസാരിക്കാൻ പാടില്ല. മോനെ, നീ പോയിട്ട് അവിടുന്ന് കുറച്ച് തക്കാളി വാങ്ങി കൊണ്ടുവരണം എന്ന് പറയുമ്പോ എന്നെ കൊണ്ടാവില്ല. അങ്ങനെ ഒരു വാക്ക് മുസ്ലിമായ ചെറുപ്പക്കാരന്റെ, മുസ്ലിമായ വിദ്യാർത്ഥിയുടെ നാവിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതേ ഖുർആൻ പറയാണ്, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ അമൈൻ, വയറ്റിലിട്ട് പോറ്റിയ ഉമ്മയാണത്. ആ ഉമ്മ എത്ര ക്ലേശം അനുഭവിച്ചുകൊണ്ടാണ്, എത്ര പ്രയാസം തരണം ചെയ്തുകൊണ്ടാണ്. ഇന്നും എനിക്കറിയാം, ഒരാൾ വന്ന് ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് പറയുന്നു കുടിക്കുന്നതും തിന്നുന്നതും ഒക്കെ ഛർദ്ദിച്ചു പോകുന്നു. ആ ഛർദിയൊക്കെയും സഹിച്ച ഉമ്മ അതേപോലെ വയറ്റിൽ കുട്ടിയുണ്ടായപ്പോൾ എല്ലാവരും കയറും പോലെ പടി കയറാൻ കഴിയുന്നില്ല, എല്ലാവരും ഇറങ്ങും പോലെ ഇറങ്ങാൻ കഴിയുന്നില്ല, എല്ലാവരും സ്പീഡിൽ പോകുന്നത് പോലെ സ്പീഡിൽ പോകാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ക്ലേശങ്ങളാണ് ആ ഉമ്മ നമ്മെ വയറ്റിലിട്ട് സഹിച്ചതെന്ന് പറയാൻ കഴിയുമോ? ഖുർആൻ പറയുന്നു, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ അമൈൻ. ആ കുട്ടിക്ക് ആവശ്യമായ ഭക്ഷണം അല്ലാഹു തആല ഉമ്മയുടെ സ്ഥലങ്ങളിലാണ് വെച്ചത്. വയറ്റിലുള്ളപ്പോൾ ഉമ്മയുടെ വയറ്റിൽ നിന്നാണ് ഭക്ഷണം കിട്ടിയത്. അതെല്ലാം അനുഭവിച്ച് ജീവിച്ച മകൾ ആ ഉമ്മയെ ധിക്കരിക്കാൻ പാടില്ല. ഉമ്മക്ക് ഇഷ്ടപ്പെടാത്ത വിഷയങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പോകാൻ പാടില്ല. ഉമ്മയെയും ബാപ്പയെയും പരിഗണിക്കണം. അല്ലാഹു പറയാണ്, നിനക്ക് കിഡ്നി തന്ന, ഹാർട്ട് തന്ന, ബ്രെയിൻ തന്ന, കരള് തന്ന, അങ്ങനെ നിന്റെ ശരീരത്തിലെ മുഴുവനും തന്ന് ഓരോ സെക്കൻഡിലും അത് നിയന്ത്രിക്കുകയും അതിനാവശ്യമായത് വർക്ക് ചെയ്യിപ്പിക്കുകയും ചിലപ്പോൾ വർക്ക് ചെയ്യാതിരിക്കേണ്ട സമയത്ത് വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന, നിനക്ക് ഊണും ഉറക്കും തന്ന, ഉണർവും വെള്ളവും തന്ന, എല്ലാം തന്ന രാജാവായ ഞാൻ ഓരോ സെക്കൻഡിലും നീ എൻ്റെ അനുഗ്രഹം അനുഭവിച്ച് ജീവിക്കുകയല്ലേ. അനിസ്കുർലി, നീ എനിക്ക് നന്ദി ചെയ്യണം, അല്ലാഹുവിനെ നന്ദി ചെയ്യണം. വലിവാലിദൈ, നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം, അവരോട് നന്ദി കേട് ചെയ്യാൻ പാടില്ല. ഇലൈഹിൽ മസീർ, അതേ അല്ലാഹുവിലേക്കാണ് മടക്കം. അല്ലാഹു അതൊക്കെ ചോദ്യം ചെയ്യും. നല്ല ബോധം വേണം. നീ ഇവിടുത്തെ ജീവിതം മാത്രമാണ് ജീവിതം എന്ന് കരുതണ്ട. ജീവിതം വരുന്നേ ഉള്ളൂ. ആ ജീവിതത്തെ സംബന്ധിച്ച് ബോധമുള്ളവനാകണം. അതേ പ്രായമാകുമ്പോൾ പ്രത്യേകിച്ചും അവരെ പ്രത്യേകം പരിഗണിക്കണം. അവരുടെ പൊരുത്തത്തിലാണ് അല്ലാഹുവിന്റെ പൊരുത്തം. റബ്ബി ഫീ റിളൽ വാലിദ്, മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അല്ലാഹുവിന്റെ പൊരുത്തം. ഈ ചിന്ത യുവാക്കളെ നമുക്കുണ്ടാകണം. നമ്മൾ നാശകാരികളാകരുത്, നമ്മൾ കുഴപ്പക്കാരാകരുത്. ഒരു വിവാഹ ചടങ്ങ് കഴിയുമ്പോൾ അവിടെ പോലീസുകാർക്ക് ഇടം കൊടുക്കരുത്. നമ്മൾ അച്ചടക്കമുള്ള യുവാക്കളാകണം. അതേ സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അതാ ഇന്ന് 15 കോടിയോളം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യനില്ലേ, ആ സൂര്യന്റെ ചൂട് വെയില് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? എന്നാൽ അത് വെറും ഒരു ചാണ് മാത്രമോ ഒരു മൈൽ മാത്രമോ മേലെ ഉദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ എല്ലാവരും പടച്ച റബ്ബിന്റെ കോടതിയിൽ ഹാജരാകുന്ന ദിനം. ആ ദിനത്തിൽ സുഹൃത്തേ വിയർപ്പിൽ മുങ്ങുകയാണ് പലരും. അവിടെ അർശിന്റെ തണല് കിട്ടുന്ന ടീമുണ്ട്. ആ തണല് കിട്ടുന്നവരെ കൂട്ടത്തിൽ ഒന്നാരാണ് വസാബുൻ നശാഫി ഇബാദത്തില്ലാഹ്, പടച്ചവനെ അനുസരിച്ച് അവനെ ഇബാദത്ത് ചെയ്ത് കൃത്യമായി നിസ്കരിച്ച് നോമ്പെടുത്ത് സക്കാത്ത് കൊടുത്ത് കഴിവുണ്ടെങ്കിൽ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് പടച്ച റബ്ബ് തണല് കൊടുക്കുന്നു. നീ ഒരു 25 കോടിയോ 250 കോടിയോ ചെലവഴിച്ച് നീ ഒരു വലിയ കൊട്ടാരം പണിതാൽ ആ കൊട്ടാരത്തിൽ നീ കാലകാലം നിൽക്കൂല. നീ അവിടെ 1000 കൊല്ലം ജീവിക്കൂല. നീ അവിടെ ജീവിക്കൽ 100 കൊല്ലമാണ് നിന്റെ വയസ്സെങ്കിൽ തന്നെ. നീ അത് നിർമ്മിക്കുമ്പോൾ തന്നെ 10-40 വയസ്സായിട്ടുണ്ടെങ്കിൽ നിനക്കവിടെ ജീവിക്കാനുള്ള സമയം വളരെ ചെറുതല്ലയോ.
ആ വീട്ടിൽ തന്നെ നിനക്ക് കാലകാലം കഴിയാൻ പറ്റുമോ? 100 വയസ്സ് ജീവിക്കുന്ന നിനക്ക് വീട്ടിൽ കിട്ടുന്ന ടൈം എത്രയായിരിക്കും? എന്നാൽ പറയട്ടെ, 50,000 കൊല്ലം ഒരേ നൃത്തമാണ് പടച്ചവന്റെ കോടതിയിൽ. ആ 50,000 ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരൊറ്റ ദിവസത്തിന് 50,000 കൊല്ലം. അവിടെ 50,000 കൊല്ലം നിൽക്കുമ്പോൾ അവിടെ നിനക്കൊരു തണല് വേണ്ടയോ? അവിടെ നിനക്ക് സൂര്യൻ ഇത്രയും അടുത്തുദിക്കുന്ന ദിവസം നിനക്കൊരു തണല് വേണ്ടയോ? ആ തണല് കിട്ടാൻ എൻ്റെ യുവാക്കളെ, പടച്ചവനെ അനുസരിച്ച് പടച്ചവനെ വിധേയപ്പെട്ട് ഇബാദത്തിലായി വളരുന്ന ചെറുപ്പക്കാരന് റബ്ബ് അവിടെ അർശിന്റെ തണല് കൊടുക്കുന്നു. ഇതുപോലെ പടച്ച റബ്ബിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി സെൽഫി എടുക്കാൻ വേണ്ടി അടുത്തു വന്ന് നിൽക്കുന്നവനല്ല. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവർ, പടച്ചവന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ, അള്ളാഹുവിന് വേണ്ടി വെറുത്തവർ. അതേ വെറുപ്പിന്റെയും സ്നേഹത്തിന്റെയും മാനദണ്ഡം അത് പടച്ചവന് വേണ്ടി ആവുക എന്നത് ഏറ്റവും വലിയ അമലാണ്. അഫ്ദലുൽ അമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് പടച്ചവന് വേണ്ടിയുള്ള സ്നേഹമാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. അതേ, അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നു, കാരണം അദ്ദേഹം ദീനിന്റെ പ്രവർത്തകനാണ്, അദ്ദേഹം ദീനിന്റെ പ്രചാരകനാണ്, അദ്ദേഹം തഖ്വയോടെ ജീവിക്കുന്ന ആളാണ്, അദ്ദേഹം ദീനിന് വേണ്ടി അധ്വാനിച്ച ആളാണ്. നമ്മൾ അതുകൊണ്ടല്ലേ ബദരീങ്ങളെ സ്നേഹിക്കുന്നത്. അവർ നമുക്ക് ബിരിയാണി വാങ്ങി തന്നിട്ടല്ലല്ലോ, അവരവരുടെ ശരീരം സംഭാവന ചെയ്തത് എന്തിനാണ്? സമ്പത്ത് സംഭാവന ചെയ്തത് എന്തിനാണ്? 1000ഓളം വരുന്ന അക്രമികളുടെ മുന്നിലേക്ക് അവർ ചാടി ഇറങ്ങിയത് എന്തിനാണ്? അവർ ദീനിന് വേണ്ടി എല്ലാം സമർപ്പിച്ചപ്പോൾ അവരെ നമ്മൾ മനസ്സുകൊണ്ട് അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അതിനാൽ നമ്മൾ സ്നേഹിക്കുന്ന ബാപ്പയുടെ ആണ്ട് വരുമ്പോൾ ബാപ്പന്റെ പേരിൽ യാസീനോന്ന് നമ്മൾ ബദരീങ്ങൾ ആണ്ട് വരുമ്പോഴും യാസീനോതുന്നു. ബാപ്പന്റെ പേരിൽ ആണ്ടിന് ഭക്ഷണം കൊടുക്കുന്ന നമ്മൾ ബദരീങ്ങളുടെ പേരിലും ഭക്ഷണം കൊടുക്കുന്നു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്ന നമ്മൾ മഹാനവറുകൾ ആണ്ട് കഴിക്കുന്നു. ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളെ സ്നേഹിക്കുന്ന നമ്മൾ റജബ് മാസത്തിൽ അവിടുത്തെ പേരിൽ ഫാത്തിഹ ഓതുന്നു. അങ്ങനെ തുടങ്ങി നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവരോടുള്ള സ്നേഹം ദുന്യാവിന് വേണ്ടിയുള്ള സ്നേഹമല്ല, അവരുടെ വോട്ട് കിട്ടാനല്ല, അവരെ പണം കിട്ടാനല്ല, അവർക്ക് നമുക്ക് മാലയിടാനല്ല, നമുക്ക് മെമൻറ്റോ നൽകാനല്ല. അവർ അല്ലാഹുവിൻ്റെ ഇഷ്ടജനങ്ങളായപ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം അർശിന്റെ തണല് കിട്ടാൻ കാരണമാണ്. റജുലാനി തഹബ്ബാ ഫില്ലാഹി വജ്തമഅ അലൈഹി വതഫാറഖാ അലൈഹി. എല്ലാവരും എഴുന്നേറ്റുന്നൊരു സ്വലാത്ത് ചൊല്ലണം. നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദു അബറ ഫി ഖൗലി ലാ മിൻഹു വലാ നഅമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രായമുള്ള ഒരു 5-6 ആളുകൾ മുന്നിൽ വന്നാൽ മുന്നിൽ കസേര തരും. പ്രായമുള്ള ആൾക്കാർ ഒരു മുന്നിലല്ലേ ഇരിക്കുന്നത്. പ്രായമുള്ളവർ കുറച്ചാൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ മുന്നിൽ കസേര തരും. ആ കസേര വെറുതെ ആക്കണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് ഇരുന്നോളൂ. പ്രായമുള്ള കുറച്ച് ആളുകൾ ഇങ്ങോട്ട് പോരാ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അല്ലാഹുവിൻ്റെ അർശിന്റെ തണൽ സമ്പാദിക്കുന്നവരാകണം നമ്മൾ. ചെറുപ്പക്കാർ അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കണം. ഒരിക്കലും ഒരു അന്യ പെണ്ണിനെ ചാറ്റ് ചെയ്യാൻ നമ്മൾ ഉണ്ടാകരുത്. അല്ലാഹു അറിയാത്തതൊന്നുമില്ല. എല്ലാ രഹസ്യവും പരസ്യവും അല്ലാഹു അറിയും. ആ അല്ലാഹു നമുക്ക് എപ്പോഴാണ് മരണം വെച്ചതെന്ന് അറിയില്ല, എന്ത് ശിക്ഷയാണ് പടച്ചവൻ തന്നേക്കുക എന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷകൾ ക്ഷണിച്ചു വരുത്തുന്നവരാകരുത്. നമ്മൾ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രത്യേകമായി പറഞ്ഞു, അഹങ്കാരം കാണിക്കരുത്. നടക്കുന്ന സമയത്ത് പോലും ലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ അഹങ്കാരിയായി നടക്കരുത്. നമ്മൾ വിനയാന്വിതരായി നടക്കണം, വിനയാന്വിതരായി ജീവിക്കണം, താഴ്മയോടെ ജീവിക്കണം. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ഉപദേശത്തിൽ, യാ ബുനയ്യ അഖിമിസ് സലാഹ്, എൻ്റെ കുഞ്ഞുമോനെ നീ നിസ്കാരം മുറക്ക് നിർവഹിക്കണം. നിസ്കാരം ഖളാക്കാൻ പാടില്ല, നിസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല. അഖിമിസ് സലാഹ്, ഉമുർ ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കണം. വൻഹാനിൽ മുങ്കർ, മോശമായത് വിരോധിക്കണം. നല്ല കാര്യം നിർദ്ദേശിക്കണം, മോശമായ കാര്യങ്ങൾ വിരോധിക്കണം. വൻഹാനിൽ മുങ്കർ വസ്ബിർ അലാ മാ അസാബക്,
അങ്ങനെ വരുമ്പോൾ നിന്നെ ആക്ഷേപിക്കാൻ ചിലരുണ്ടാവും, കുറ്റം പറയാൻ വേറെ ആളുണ്ടാവും, കല്ലെറിയാൻ മറ്റാൾക്കാരുണ്ടാവും. അങ്ങനെ നിനക്ക് പല പ്രശ്നങ്ങളും വരും. നീ ഉള്ളതുള്ളതുപോലെ പറഞ്ഞാൽ, നീ നല്ലത് ഉപദേശിക്കാൻ നിന്നാൽ, ചീത്തക്കാര്യം വിരോധിക്കാൻ നിന്നാൽ നിനക്ക് എതിരാളികൾ ഉണ്ടാവും. വസ്ബിർ അലാ മാ അസാബക്. അങ്ങനെ വരുമ്പോൾ നിനക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നീ ക്ഷമിച്ചു നിൽക്കണം. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് ക്ഷമിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അത് തീരുമാനിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളിൽ പെട്ടതാണത്. ഏതൊരുത്തനും നല്ലത് പറയുമ്പോൾ ആക്ഷേപക്കാരുണ്ടാവും, അവൻ എതിരാളികൾ ഉണ്ടാകും, നിങ്ങൾ കാണുന്നില്ല. പക്ഷേ അവർ തിരിച്ച് അതേപോലെ ആക്ഷേപം പറയുന്നതിന് പകരം കാര്യം പറയുകയാണ് ചെയ്യുക. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. പക്ഷെ ഒരു വിഭാഗം എതിരാളികൾ ഉണ്ടാകുമ്പോൾ തന്നെ അത്തരം നല്ല കാര്യം ചെയ്യുന്നവർക്ക് കുറെ അനുകൂലികളും ഉണ്ടാവും. അപ്പോൾ അവർ വല്ലാതെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. ആ സമയത്ത് അഹങ്കാരം പറ്റൂല. വലാ തുസൈർ ഖദ്ദക ലിന്നാസ്. ജനങ്ങൾക്ക് മുഖം കൊടുക്കാതെ മുഖം തിരിച്ചു കളയുന്നവനാകാൻ പാടില്ല. ജനങ്ങൾ നിന്നെ സ്നേഹിച്ച് നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ നീ കൈ കൊടുക്കാത്തവനാകാൻ പാടില്ല. നീ നിന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഞാൻ അതിന് സമ്മതിക്കൂല എന്ന് പറയുന്നവനാകണ്ട. അല്ലെങ്കിൽ അവനൊരു ഫിത്നക്കാരനാണ്, ഫസാദുകാരനാണെന്ന് ആദ്യം അറിയണം. അങ്ങനെയാണെങ്കിൽ അവന്റെ ഫസാദിനും ഫിത്നക്കും കൂട്ടു നിൽക്കാൻ പാടില്ല. ചാടിക്കളിക്കേണ്ടവനല്ല നീ. വലാ തംശി ഫിൽ അർളി മറഹാ. അതേ, അത് തന്നെയാണ് ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. മഹാനായ ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ഉപദേശത്തിലും അതേ വിഷയം തന്നെ കാണാം. വഖസ്ദി ഫീ മസീക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. മോനെ, നീ അഹങ്കാരം പ്രകടിപ്പിക്കാൻ പാടില്ല. അതേ, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. സ്റ്റാറ്റസ് നടിക്കുന്നവൻ, പവർ പറയുന്നവൻ, അതുപോലെ അഹങ്കാരം കാണിക്കുന്നവൻ, അല്ലാഹു അവരെ ഇഷ്ടപ്പെടൂല. പടച്ചവന്റെ കാരുണ്യം അവർക്ക് കിട്ടൂല. പടച്ചവന്റെ സ്വർഗത്തിന് അവർ അവകാശിയാകൂല. അതുകൊണ്ട് നീ അഹങ്കാരിയാകരുത്. നീ എപ്പോഴും വിനയത്തോടെ ജീവിക്കുന്നവനാകണം, താഴ്മയോടെ ജീവിക്കുന്നവനാകണം. വഖസ്ദി ഫീ മസീക. നിന്റെ നടത്തം മിതത്വത്തിലുള്ള നടത്തമാകണം, തുള്ളിച്ചാടി നടക്കണ്ട. അതേ, വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക. നിന്റെ ശബ്ദം നീ കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കണ്ട, നീ ബഹളം വെക്കണ്ട. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. വളരെ മോശമായ സൗണ്ട് കഴുതയുടെ ശബ്ദമാണ്. കഴുത ആവശ്യത്തിന് ശബ്ദിക്കൂല. അതിന്റെ പുറത്ത് എത്ര വെച്ച് കെട്ടിക്കൊടുത്താലും അത് മിണ്ടൂല, എന്നെ കൊണ്ടാവില്ല എന്ന് പറയൂല, അല്ലെങ്കിൽ നിലവിളിക്കൂല. അതങ്ങനെ പേറും. അതേസമയത്ത് വെറുതെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാകും. ഇങ്ങനെ വെറുതെ സൗണ്ട് ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ പാടില്ല. നമ്മൾ അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയണം. അതാണ് മുഅ്മിനീങ്ങൾ. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും ലിസകാത്തി ഫായിലൂൻ. സക്കാത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ബൈത്തുൽ സക്കാത്തിന് കൊടുത്താൽ പോരാ. കാരണം അവർക്ക് ഇസ്ലാം മതത്തിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല. അവർ ഇന്നൊന്ന് പറയും, നാളെ ഒന്ന് പറയും. 73 നവംബറിലെ പ്രബോധനത്തിലുണ്ട് 3 മുതലാക്കിയില്ല, 3 പോകും. 83 മെയിലെ പ്രബോധനത്തിലുണ്ട് 3 ഇല്ല, 1 പോകും. അവർക്ക് മതം മാറ്റുന്നതിന് യാതൊരു വിരോധവും ഇല്ല. നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം, അതെ, ഇന്ത്യ രാജ്യത്ത് വോട്ട് ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. ഇപ്പോഴോ വോട്ട് ചെയ്യൽ വുജൂബാണ്. അതിന്റെ ഇടയ്ക്ക് ഖുർആൻ ഇറങ്ങിയതല്ല. ജിബ്രീൽ അലൈഹിസ്സലാം ജമാഅത്ത് ഇസ്ലാമിന്റെ അമീറിന്റെ അടുത്ത് വന്നതല്ല. പിന്നെ അവർക്ക് മതമില്ല, അവർ മതം മാറ്റിക്കൊണ്ടേയിരിക്കും. അവർക്ക് മത നിയമങ്ങളില്ല. അവരെ കയ്യിൽ സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടൂല. അതുകൊണ്ട് ബൈത്തുൽ സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് വരണ്ടായി കൊടുക്കാനാണ് എന്ന് പറയുമ്പോൾ അവന്റെ കയ്യിൽ സക്കാത്ത് കൊടുത്താൽ മുതലാളിമാർ പടച്ചവനെടുക്കാൻ രക്ഷപ്പെടൂല. വല്ലദീനഹും ലിസകാത്തി ഫായിലൂൻ. സക്കാത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം. അതെ, വല്ലദീനഹും ലിസകാത്തി ഫായിലൂൻ. അങ്ങനെ പറഞ്ഞിട്ടുള്ള പറയാണ് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അവരുടെ സ്വകാര്യ അവയവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാ. ഒരിക്കലും ലൈംഗികമായ തെറ്റ് ചെയ്യാൻ പാടില്ല, അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ പാടില്ല. എന്നാൽ കൗമാരപ്രായമുള്ള ഭംഗിയുള്ള ആൺകുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പച്ച ഹറാമുകൾ ചെയ്യുന്നവരുണ്ട്. അല്ലാഹു പറയാണ്, ഇല്ലാ അലാ അസ്വാജിഹിം വമാ മലക്കത്ത് ഐമാനുഹും ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. ഭാര്യയുമായും ഭർത്താവുമായും ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അവരുടെ സുഖങ്ങൾ അനുഭവിക്കാം, അവർക്ക് ലൈംഗികമായ ആസ്വാദനം നടത്താം. അതെ, എന്നാൽ ഇന്നത്തെ കാലത്ത് അടിമകളില്ലാത്തത് കൊണ്ട് കാര്യം പറയേണ്ടതില്ലല്ലോ. അല്ലാഹു പറയാണ്, ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫൗലൈക ഹുമുൽ ആദൂൻ.
ഭാര്യമാരും ഭർത്താക്കന്മാരും ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ഏത് മാർഗം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ ലൈംഗികാസ്വാദനം നടത്തിയാൽ അവരക്രമികളാണ്. അതുകൊണ്ട് തന്നെ അതേ കൗമാരപ്രായമുള്ള ആൺകുട്ടികളെ ഉപയോഗപ്പെടുത്തി വല്ലവരും ലൈംഗികാസ്വാദനം നടത്തിയാൽ അത് പച്ച ഹറാമാണ്. അതേ പടച്ചവൻ വെറുക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അന്യ സ്ത്രീകളെ കൈപിടിക്കൽ ഹറാമായതുപോലെ അത്തരം ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിക്കൽ ഹറാമാണ്. അവരെ ശരീരവും സ്പർശിക്കൽ ഹറാമാണ്. മറയില്ലാതെ സ്പർശിക്കൽ ഹറാമാണ്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും ഉത്തമമായ തുഹ്ഫയിൽ നമുക്കത് കാണാം. ഓ സുഹൃത്തുക്കളെ, ചിലപ്പോ നല്ല ഭംഗിയുള്ള മുതഅല്ലിമീങ്ങൾ വന്ന് ചിലപ്പോൾ ഉസ്താദേ എന്ന് പറഞ്ഞ് കൈ തരുമ്പോ കൈ കൊടുത്തില്ലെങ്കിൽ ആ മുതഅല്ലിമിയൊക്കെ മനസ്സിന് വിഷമം വീണും, ഉസ്താദ് എനിക്ക് കൈ തന്നില്ലല്ലോ, വിഷമം വേണ്ട, ഹറാമായത് കൊണ്ടാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ മുഹമ്മദ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു വന്നു. നല്ല ഭംഗിയുള്ള മുതഅല്ലിമാണ്. അബൂ ഹനീഫ തങ്ങൾ വലിയ സൂക്ഷ്മതയോടെ ജീവിച്ച ആളാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ മുതഅല്ലിമിന് ക്ലാസ് എടുക്കുമ്പോൾ തൂണിന്റെ മറയത്തിരുത്തി മുഖത്ത് കണ്ണ് പെട്ടുപോകാതിരിക്കാനാണ്. ആവശ്യത്തിന് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി നോക്കൽ തെറ്റില്ലെങ്കിലും ഇമാം അബൂ ഹനീഫ തങ്ങളുടെ സൂക്ഷ്മതയാണ്. അതേ തൂണിന്റെ മറുവശത്തിരുത്തിയിട്ട് ക്ലാസ് എടുത്തു. അൽഹംദുലില്ലാഹ്, കാലം കുറേ ആയി. മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു യുവാവായി കഴിഞ്ഞു. ആ സമയത്ത് അതാ ഒരാൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് കുറെ ചീർപ്പുകൾ കൊണ്ടുവന്ന് ഹദിയ കൊടുത്തു. ആ ചീർപ്പ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുതഅല്ലിമീങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ്. അപ്പോൾ മുഹമ്മദ് ഇബ്നു ഹസന് ചീർപ്പ് കൊടുത്തില്ല. മറ്റുള്ള കുട്ടികൾ ചോദിച്ചു, അല്ല ഉസ്താദേ മുഹമ്മദിന് കൊടുക്കണ്ടേ? അപ്പോൾ പറഞ്ഞു, മുഹമ്മദിന് താടി മുളക്കാത്തവന് ചീർപ്പ് ആവശ്യമില്ല. അപ്പോഴാണ് കുട്ടികൾ പറയുന്നത്, മുഹമ്മദ് ഇബ്നുൽ ഹസന് താടി മുളച്ചിട്ട് കാലം കുറെ ആയി, ഉസ്താദ് അത് കണ്ടിട്ടില്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതയാണ്. അങ്ങനെ വലിയ സൂക്ഷ്മതയോടെ ജീവിച്ചവരാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ. ആ ഇമാമിങ്ങളുടെ സൂക്ഷ്മത അത് വളരെ വലുതാണ്. അവർ വലിയ മഹാന്മാരാണ്. അവരെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അല്ലാതെ ഏതൊക്കെ വിവരമില്ലാത്തവനെ പിന്തുടരുന്നവരല്ല പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതുകൊണ്ട് തന്നെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ പടച്ച റബ്ബിന്റെ അടുക്കൽ വിജയം കൈവരിക്കുന്നവരാണ്. നമ്മൾ എന്തെല്ലാമോ കാട്ടിക്കൂട്ടിയാൽ പോരാ, ചെയ്യുന്നതൊക്കെ കൃത്യമായിരിക്കണം. സുബ്ഹാനല്ലാഹ്, ലഅനല്ലാഹു സുവാറാത്തിൽ ഖുബൂർ. അധികമായി ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അല്ലാഹു ലഅനത്ത് ചെയ്തു എന്നൊരു ഹദീസിൽ ഉണ്ട്. ആ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുണ്ട്. ഏതായാലും ഇമാമിങ്ങൾ എന്താണ് തീരുമാനം പറഞ്ഞത്? അമ്പിയാക്കളുടെ ഖബർ, അതേപോലെ അറിയപ്പെട്ട ഔലിയാക്കളുടെ ഖബർ, അത് സിയാറത്ത് ചെയ്യൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സുന്നത്താണ്. എന്നാൽ സ്വന്തം ബാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്തില്ല. ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്തില്ല. ഭർത്താവിന്റെ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്തില്ല. ഹറാമാണെന്ന് പറഞ്ഞ ചില ഇമാമിയങ്ങൾ ഉണ്ട്, കറാഹത്താണ് എന്ന് പറഞ്ഞ ഇമാമിയങ്ങളും ഉണ്ട്. സുന്നത്താണെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവീകരായ മുഅ്മിനീങ്ങൾ അവർ ബാപ്പ ഉമ്മയുടെയും ഭർത്താവിന്റെയും ഖബർ സിയാറത്ത് ചെയ്യാൻ നമ്മുടെ സ്ത്രീകൾ പോകാറില്ല. കാരണം അതിൽ അവർക്ക് പുണ്യമില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കണം. അറിവില്ലാത്തതിന്റെ പേരിൽ സ്ത്രീകളെ പല സ്ഥലത്തും കൊണ്ടുപോകുന്നവരുണ്ട്. അവർക്കതറിയാത്തത് കൊണ്ടാണ്. അത് കണ്ട് നമ്മുടെ സ്ത്രീകളും ഞാനും ഉമ്മാന്റെ ഖബർ പുറത്ത് പോയാലോ എന്ന് ചിന്തിക്കരുത്. വാപ്പാന്റെ ഖബറിങ്കിൽ പോയാലോ എന്ന് ചിന്തിക്കരുത്. അത് നല്ല പണിയല്ല. അതുകൊണ്ട് അത് പുണ്യമല്ല. അതിനാൽ നമ്മുടെ ആലിമീങ്ങൾ അതിന് അനുവദിച്ചിട്ടില്ല. എന്റെ ഉമ്മാമാന്റെ ഖബർ എനിക്കറിയാം, അതേപോലെ ഉപ്പാപ്പാന്റെ ഖബർ എനിക്കറിയാം. പക്ഷേ എന്റെ ഉമ്മയെ ഒരിക്കൽ പോലും ആ സിയാറത്തിന് വേണ്ടി ഞാൻ കൂട്ടിപ്പോയിട്ടില്ല. അതേസമയത്ത് എന്റെ ഉമ്മയും കൂട്ടി ഞാൻ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്തിന് പോയിട്ടുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് എനിക്കറിയുന്നത് കൊണ്ടാണ്. എന്റെ ഭാര്യയും എന്റെ ഉമ്മയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാരാണ്, സ്ത്രീകളാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. എന്റെ ഭാര്യയെ ഞാൻ ഇതുവരെയും അവരുടെ ഉമ്മയുടെ ഖബറിങ്കിൽ കൊണ്ടുപോയിട്ടില്ല, അവരുടെ ബാപ്പയുടെ ഖബറിങ്കിൽ പോയിട്ടില്ല. ഞാൻ പലപ്പോഴും ആ ഖബറിങ്കിൽ പോകാറുണ്ട്. കാരണം എന്റെ ഭാര്യയ്ക്ക് അത് സുന്നത്തില്ല, പുണ്യമല്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാറില്ല. സുഹൃത്തുക്കളെ, അതേ ഞാൻ മാത്രമല്ല, എന്നെ നിങ്ങൾക്കിവിടെ ഖാദിയായി അവരോധിക്കപ്പെടുന്ന സുൽത്താനുൽ ഉലമ ഭാര്യയെയും കൂട്ടിയിട്ട് അവരുടെ ഉമ്മാന്റെ ഖബറിങ്കിൽ പോകാറില്ല. അവരുടെ എല്ലാം ഉസ്താദായ
അതേ ഒക്കെ ഉസ്താദ് പോകാറില്ല, അവരുടെ ഉസ്താദ് സദഖത്തുൽ മുസ്ലിയാർ പോകാറില്ല, അതേ അവരുടെ ഉസ്താദുമാർ അതേ കുതുബിത്തങ്ങൾ പോകാറില്ല. അങ്ങനെ മേൽപോട്ട് പോയാൽ മുൻഗാമികളായ പണ്ഡിതന്മാരാരും അവരുടെ ഭാര്യമാരെയോ മക്കളെയോ അതേ അവരുടെ കുടുംബങ്ങളെയോ സ്ത്രീകളെ കൂട്ടിയിട്ട് അതാ അവരുടെ കുടുംബത്തിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകാറില്ല. അതാണ് ദീൻ. ആ ദീനനുസരിച്ചാണ് നമ്മളും ജീവിക്കേണ്ടത്. ഏതെല്ലാമോ വിവരമില്ലാത്തവരെന്തൊക്കെയോ ചെയ്യുമ്പോൾ അതുപോലെ നമ്മളും ചെയ്യലല്ല. ഞാൻ ഈ അടുത്ത് ഉംറക്ക് പോയപ്പോഴും എൻ്റെ മനസ്സ് വേദനിച്ചു. എന്താണ് വേദനിക്കാൻ കാരണം? കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ, ഞാനും കൂട്ടത്തിൽ തവാഫ് ചെയ്യുകയാണ്. അങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയുണ്ട്. അതെന്താണ്? തവാഫ് ചെയ്യുമ്പോൾ തവാഫിന്റെ ആദ്യം മുതൽ അവസാനം വരെ 7 ചുറ്റുമ്പോഴും കഅബ ഇടതുഭാഗത്തായിരിക്കണം, കഅബ ശരീഫ് ഇടതുഭാഗത്തായിരിക്കണം. കഅബയിലേക്ക് നെഞ്ഞു തിരിച്ച് തവാഫ് ചെയ്യാൻ പറ്റൂല, കഅബയിലേക്ക് പുറംതിരിഞ്ഞ് തവാഫ് ചെയ്യാൻ പറ്റൂല, കഅബയിലേക്ക് വലതുഭാഗം തിരിച്ച് തവാഫ് ചെയ്യാൻ പറ്റൂല. തവാഫിന്റെ ആദ്യം മുതൽ അവസാനം വരെ കഅബ ശരീഫ് ഇടത്തായിരിക്കണം. അങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതിൻ്റെ തൊട്ടടുത്ത് ഈ സ്റ്റേജ് ഇവിടെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടല്ലോ അതെ നമ്മുടെ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ, അവിടെ സംവിധാനങ്ങളുണ്ടല്ലോ. അത്രയും ദൂരെ, ഏകദേശം അത്ര ദൂരെ നമുക്ക് ഇബ്രാഹിം മഖാം കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുന്ന സമയത്ത് കയറി നിന്ന കല്ലാണത്. ഓട്ടോമാറ്റിക്കായി താഴോട്ടും മേൽപോട്ടും കയറുകയും ഇറങ്ങുകയും ചെയ്ത കല്ലാണത്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബയുടെ നിർമ്മാണം നടത്തിയത്. ആ മഹത്തായ കല്ല്, അതേ അതിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ, അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് വെച്ച് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ച കുറ്റ്യാടിയിൽ വെച്ച് ഞാൻ ഹജ്ജ് ക്ലാസ് എടുത്തപ്പോൾ ആ ഹജ്ജ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇടതുഭാഗത്ത് തന്നെ ആയിരിക്കണം കഅബ. നിങ്ങളെ മറ്റൊരു ഭാഗം കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തവാഫ് ശരിയാകൂല. അതുകൊണ്ട് ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. എന്നാൽ അതെ ഈ തവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയാണ്, പല സ്ത്രീകളും പോയിട്ട് തവാഫിന്റെ ഇടയ്ക്ക് ഈ ഇബ്രാഹിം മഖാം കണ്ണാടിയിലാക്കി വെച്ച ആ കല്ല് നോക്കുകയാണ്, അതിൻ്റെ അടുക്കൽ പോയി ചുംബിക്കുകയാണ്, ചിലർ കൈകൊണ്ട് തൊടാൻ പോവുകയാണ്. പക്ഷേ അത് അങ്ങനെ ചെയ്യുമ്പോൾ അവരെ തവാഫ് ഇടതുഭാഗം എന്നത് ഒഴിവായി തവാഫിൻ്റെ ഇടയ്ക്ക് അതാ ഏരിയ തെറ്റിപ്പോവുകയാണ്, ഭാഗം തെറ്റിപ്പോവുകയാണ്. അതിനാൽ തവാഫ് ശരിയാകാതിരിക്കുകയാണ്. അതിനാൽ ഉംറ തന്നെ ശരിയാകാതെ ചിലപ്പോൾ അവർ മടങ്ങുകയാണ്, ഹജ്ജ് ശരിയാകാതെ മടങ്ങുകയാണ്. തവാഫ് 7 ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ ശരീരം ഇടതുഭാഗത്തായിരിക്കണം കഅബ, ശരീരത്തിൻ്റെ ഇടത്തായിരിക്കണം കഅബ. ഈ ഇബ്രാഹിം മഖാമിന് ബഹുമാനമുണ്ട്, ശരിയാണ്. പക്ഷേ ആ ബഹുമാനം ആ തവാഫിനിടയ്ക്ക് പ്രകടിപ്പിച്ചിട്ട് പല ആളുകളും വിവരമില്ലാത്ത ആണിന്റെയും പെണ്ണിന്റെയും തവാഫ് നഷ്ടപ്പെടുന്നു. ഇത് കാണുമ്പോ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളും കുറേ പെണ്ണുങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ അതുകൊണ്ട് പോകുന്നുണ്ടല്ലോ വെച്ച് നമ്മൾ പോയാൽ പറ്റുമോ? നമ്മളെ തവാഫ് കാത്തിലായി പോകും. നമ്മൾ കാണുന്നവരൊക്കെ പിന്നാലെ പോകലല്ല നമ്മളെ പരിപാടി. എവിടെയെങ്കിലും ഒരു ഖബർ സിയാറത്ത് ചെയ്യാൻ, ഫാമിലി സഹിതം അവരുടെ കുടുംബത്തിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ ആരെങ്കിലും വരുന്നത് കണ്ടിട്ട് നമ്മളെ സ്ത്രീകൾ അതിനിറങ്ങണ്ട, നമ്മളെ സ്ത്രീകൾ അതിന് പോകണ്ട. മുഅത്തമദായ അഭിപ്രായം അനുസരിച്ച് അവർക്ക് കറാഹത്താണ്. ചില പണ്ഡിതന്മാർ ഹറാമാണെന്ന് പറഞ്ഞവരും ഉണ്ട്, ജായിസാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ദഈഫായ ദുർബലമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ആരെങ്കിലും വരുന്നുവെങ്കിൽ അവരെ നമ്മൾ ചീത്ത വിളിക്കാനും തെറി പറയാനും പോകേണ്ടതുമില്ല, നമുക്കതിൻ്റെ ആവശ്യവുമില്ല. നമ്മളെപ്പോഴും സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഞാൻ പറയട്ടെ, ബാപ്പവുമേ ബഹുമാനിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവിന് ആദരവ് നൽകണമെന്ന് പറഞ്ഞല്ലോ, ഭാര്യമാർക്ക് വലിയ പരിഗണനയും നൽകണമല്ലോ. ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. ഞാനിപ്പോൾ നമ്മുടെ കുമ്പറയിലെ അതേ വനിതാ കോളേജിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും തന്നെ ഭാര്യമാർ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരൽ അവർക്ക് നിർബന്ധമില്ല, വസ്ത്രം അലക്കി തരൽ നിർബന്ധമില്ല. പക്ഷേ നമ്മുടെ ഭാര്യമാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് അവരുടെ മാന്യതയാണ്, അവരുടെ ഔദാര്യമാണ്, അവർ ചെയ്യുന്ന ഉപകാരമാണ്. അതിന് അല്ലാഹു അവർക്ക് വലിയ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യണം. നമ്മൾ എന്തേ കുപ്പായം തേച്ച് വെക്കാതിരുന്നത് എന്ന് പറഞ്ഞ് ഭാര്യനെ ശകാരിക്കാനൊന്നും പറ്റൂല. തേക്കുകയും വേണ്ട അലക്കുകയും വേണ്ട, അവൾക്ക് നിർബന്ധമൊന്നുമില്ല. എന്തേ ഭക്ഷണം ആകാതിരുന്നത്, അതിന് ഭാര്യനെ ചോദ്യം ചെയ്യാനൊന്നും പറ്റൂല. ഭക്ഷണം അവൾക്ക് അങ്ങോട്ടുണ്ടാക്കി കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. എങ്ങനെ? അവൾക്ക് അരി വാങ്ങിച്ചു കൊടുക്കണം, അതേ ഗോതമ്പ് വേണോ അത് വാങ്ങിച്ചു കൊടുക്കണം, തക്കാളിയും വെണ്ടയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ വിറകും നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കണം, പിന്നെ അടുപ്പും നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം, എല്ലാം കൊടുക്കണം. പാകം ചെയ്യലോ, ഭക്ഷണം പാകം ചെയ്യലോ, അതിന് ഇസ്ലാമിന്റെ നിയമം ഫതുഹുൽ മുനിലുള്ളതാ പറയുന്നത്. ഞാൻ എൻ്റെ വകയിലല്ല, കുറേ വലിയമാരുടെ ചോദിച്ചു നോക്ക്.
എന്താ പറഞ്ഞത്? അതെ, സ്വന്തത്തിൽ വീട്ടിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന പതിവില്ലാത്ത പെണ്ണിനെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ, ഏതുപോലെ അറബി പെണ്ണുങ്ങന്മാരെ പോലെ. അറബി സ്ത്രീകൾ അവരെ വീട്ടിൽ നിന്ന് അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കലില്ല. പിന്നെ അതാരാ കഴിക്കുക? അതിന് കുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കുറേ ആൾക്ക് ജോലി കിട്ടിയത്. അറബിന്റെ പോലെ കുക്ക്, അങ്ങനത്തെ കുറേ കുക്കുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ പല സ്ഥാപനം ഉണ്ടാക്കിയത്. കാരണം ആ കുക്കുമാരാ ചിലപ്പോൾ അറബികളെ പരിചയപ്പെടുത്തി തരിക. അവരിവിടെ ഉണ്ടോ ഇല്ല എന്നെല്ലാം പറഞ്ഞു തരാം. അവർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഈ കുക്കിന്റെ ജോലി കിട്ടിയത് എന്തുകൊണ്ടാ? അറബിന്റെ പുറയിൽ ഭക്ഷണം ഉണ്ടാക്കലേ അറബിന്റെ ഭാര്യയല്ല, ഈ കുക്ക. അപ്പോൾ സ്വന്തം വീട്ടിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന പതിവില്ലാത്ത സ്ത്രീയാണെങ്കിൽ അവൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കൽ ഒന്നുകിൽ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കുക്കിനെ നിശ്ചയിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആളെ നിശ്ചയിച്ചു കൊടുക്കണം, ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കണം. സ്വന്തത്തിൽ അവളുടെ വീട്ടിൽ വെച്ച് സ്വന്തം തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഭാര്യയാണ്. അതേ കല്യാണം കഴിക്കുമ്പോൾ നോക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അവളുടെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട, അരിയും പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ കൊണ്ടു കൊടുത്താൽ മതി. അവളായിക്കോട്ടെ എന്ന് വെക്കാം, അവൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ നിയമം. സ്ത്രീകളെ അവഗണിച്ച മതമല്ല ഇസ്ലാം, സ്ത്രീകളെ പരിഗണിച്ച മതമാണ് ഇസ്ലാം. ആ ഭാര്യമാരെ ശകാരിക്കരുത്, ചീത്ത വിളിക്കരുത്, മനസ്സ് വേദനിപ്പിക്കരുത്. സുബ്ഹാനല്ലാഹ്, ഭാര്യന്റെ അളിയൻ, ഭാര്യന്റെ ആങ്ങള, അളിയനും നമ്മൾ തമ്മിലൊരു കച്ചവടം ചെയ്തു. നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ പീടിക അളിയൻ പിടിച്ചെടുത്തു. പിന്നെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് പീടിയില്ല, കഫീലിനെ സ്വാധീനിച്ചു. എന്നാൽ അതിനൊരിക്കലും ഈ ഭാര്യ ഉത്തരവാദി അല്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ ഭാര്യയെ തലാക്കില്ലാൻ പറ്റൂല, ഭാര്യയെ ശകാരിക്കാൻ പറ്റൂല. അതൊന്നും ഇല്ലെങ്കിലും ഇടക്കിടക്ക് വിളിക്കുമ്പോ നിന്റെ ആങ്ങള എന്നോട് ചെയ്ത തെറ്റ് അതാ ഭാര്യയോട് പറയാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്? അവളെ മനസ്സിന് വല്ലാത്ത വേദനയുണ്ടാകും. അവളെ മനസ്സ് സ്വന്തം ഭർത്താവിനെ ചതിച്ച ആങ്ങളക്കെതിരാണ്. പക്ഷേ നമ്മൾ അവളെയും കൂടി അവന്റെ പക്ഷത്ത് നിർത്തി അവളെ മനസ്സ് വേദനിപ്പിക്കുന്ന വർത്തമാനം പറയരുത്. ആരുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. ഭാര്യമാരെ മനസ്സ് തീരെ വേദനിപ്പിക്കരുത്. കാരണം ഭർത്താക്കന്മാരാണ് അവർക്ക് സന്തോഷം നൽകേണ്ടത്. ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണമെന്ന് ഖുർആൻ. ഇതുപോലെ ഭർത്താവിന്റെ പെങ്ങള് മോശമായ നിലക്ക് സംസാരിച്ചു കളഞ്ഞു, സുബ്ഹാനല്ലാഹ്, അതിന്റെ പേരിൽ ഭാര്യമാർ ഭർത്താവിനെയും പഴിക്കരുത്. ഖുർആൻ പറഞ്ഞില്ലേ, അഫലം യുനബ്ബഅ ബിമാ ഫീ സുഹഫി മൂസാ വഇബ്രാഹീമ അല്ലദീ വഫാ അല്ലാ തസിറു വാസിറത്തും ബിസ്റ ഉഖ്റാ. ഒരാൾ ചെയ്ത തെറ്റിന് മറ്റൊരാൾ ഉത്തരവാദി അല്ല. അല്ലാഹു തആല ഒരാൾ ചെയ്ത തെറ്റിന് വേറൊരാളെ ശിക്ഷിക്കൂല. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ ആങ്ങളെ ചെയ്ത തെറ്റിന് ഭാര്യ ഉത്തരവാദിയല്ല, ഭർത്താവിന്റെ പെങ്ങൾ ചെയ്ത തെറ്റിന് ഭർത്താവ് ഉത്തരവാദിയല്ല. അതിനാൽ നമ്മൾ എങ്ങനെങ്കിലും സംസാരിക്കുന്നവരാകരുത്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. സംസാരിക്കുമ്പോൾ നല്ലത് ഉപദേശിക്കുന്നവരാകണം. അതേപോലെ അതാ പറയുന്ന സംസാരങ്ങൾ അതേ നല്ല കാര്യം ധർമ്മം ചെയ്യാൻ വേണ്ടി പറയുന്ന സംസാരമാകണം. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവിനെയും പരസ്പരം യോജിപ്പിക്കാൻ വേണ്ടിയുള്ള സംസാരം, അതുപോലെ പരസ്പരം തെറ്റി നിൽക്കുന്നവരെ ഐക്യപ്പെടുത്താൻ വേണ്ടിയുള്ള സംസാരം. പരസ്പരം തെറ്റിക്കുന്ന സംസാരം സംസാരിക്കാൻ പാടില്ല. ജനങ്ങളെ പരസ്പരം യോജിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന സംസാരം. പടച്ചവൻ വലിയ പ്രതിഫലം കൊടുക്കുന്ന സംസാരമാണ്. അപ്പോൾ സ്വന്തം ഉമ്മയുടെ കൂടെ പോലും മയ്യിത്തിന്റെ കൂടെ സ്ത്രീകൾ പോകാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു എന്ന സഹാബി വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ഉമ്മു വലദിനെ, അവിടെയുള്ള സ്ത്രീയെ കാണുന്നില്ല. കാരണം തിരക്കിയപ്പോൾ പറഞ്ഞു മയ്യിത്തിന്റെ കൂടെ പോയതാണ്. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു അവിടെ കയറി വന്നപ്പോൾ ഫസാഹ ബിഹാ, അവളെക്കുള്ള വളരെ ശബ്ദത്തിൽ വളരെ ഗൗരവത്തോടെ സംസാരിച്ചു. അമൻ തഅലമീന, നിനക്കറിഞ്ഞുകൂടെ സ്ത്രീകൾ പള്ളിയിൽ ജുമുഅ ജമാഅത്തിന് പോകുന്നത്, അതുപോലെ മയ്യിത്തിന്റെ കൂടെ പോകുന്നതൊക്കെ നബി തങ്ങൾ വിരോധിച്ച കാര്യമല്ലേ? എന്തിനു പോയി എന്ന് ചോദിക്കുകയാണ് സഹാബത്ത്. അതുകൊണ്ട് മയ്യിത്തിന്റെ കൂടെ സ്ത്രീകൾ പോകാൻ പാടില്ല. ചില കാര്യങ്ങൾ പുരുഷന്മാർക്ക് അള്ളാഹു നിർബന്ധമാക്കിയതുണ്ട്, അത് സ്ത്രീകൾക്ക് നിർബന്ധമില്ല. മയ്യിത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുന്നത് പുരുഷന്മാർക്ക് നിർബന്ധമാണ്, അത് സ്ത്രീകൾക്കല്ല അതിന്റെ നിർബന്ധം. ഇതുപോലെ മയ്യിത്ത് നിസ്കാരം, അത് പുരുഷന്മാർക്ക് നിർബന്ധമാണ്, സ്ത്രീകൾക്ക് നിർബന്ധമില്ല, സുന്നത്തുമില്ല. സ്ത്രീകൾക്ക് പുരുഷന്മാര് നിസ്കരിക്കാനുണ്ടെങ്കിൽ അവർക്ക് സുന്നത്തുമില്ല, ഫർളുമില്ല. അങ്ങനെയാണ് ഇസ്ലാമിക നിയമം. ചിലർ തെറ്റിദ്ധരിച്ചു പോയവരുണ്ട്. എന്റെ നാട്ടിന്റെ അടുത്തുള്ള പ്രായം ചെന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം വില്യാപ്പള്ളിക്കാരനാണ്, മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിനും നമുക്കും പുറത്തു തരുമാറാകട്ടെ.
അദ്ദേഹത്തിന്റെ ഖബറിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് രോഗമായപ്പോൾ കാണാനും പോയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ സംഘടനയിൽപ്പെട്ടവരല്ലെങ്കിലും ഒരു സുന്നി പണ്ഡിതൻ എന്ന നിലക്ക് ഞാൻ അദ്ദേഹത്തോട് ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ആളാണ്. പക്ഷെ ഈ അടുത്ത് ഞാൻ കേട്ടു അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ്. അതിൽ അദ്ദേഹം പുരുഷന്മാരെ നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകളെ മയ്യിത്ത് നിസ്കരിപ്പിക്കാൻ അതേ ചില വാചകങ്ങൾ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണ്. അദ്ദേഹത്തിന്റെ ആ അബദ്ധം ഒരാളും പിന്തുടരരുത്. അദ്ദേഹം മനസ്സിലാക്കിയതിൽ അബദ്ധമുണ്ട്. പല കിതാബുകളിലും കാണും ചിലപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരുള്ളപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരുടെ ശേഷമോ പുരുഷന്മാരുടെ കൂടെയോ നിസ്കരിച്ചാൽ യഖഉന ഫിലൻ എന്ന് കാണും. അതിന്റെ അർത്ഥം അത് സുന്നത്താണ് എന്നല്ല. അതിന്റെ അർത്ഥം അത് സുന്നത്താണ് എന്നല്ല. അത് കറാഹത്തായ സംഗതിയെപ്പോലും യഖഉന ഫിലൻ എന്ന് പണ്ഡിതന്മാർ പറയും. അത് കർമ്മശാസ്ത്രത്തിലുള്ള ആ വാചകത്തിന്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കുന്നതിൽ ആ പണ്ഡിതന് അബദ്ധം സംഭവിച്ചതാണ്. പണ്ഡിതന്മാർക്ക് അബദ്ധം സംഭവിക്കാമല്ലോ. അതിന്റെ പേരിൽ നമ്മൾ അവരെ ചീത്ത പറയാനോ അപമതിക്കാനോ അവരെ കുറ്റം പറയാനോ പാടില്ല. പക്ഷെ അബദ്ധമാണെന്ന് മറ്റ് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ പടച്ചവന്റെ അടുക്കൽ ബാക്കിയുള്ള പണ്ഡിതന്മാർ ഉത്തരവാദിയാകും. അതുകൊണ്ടാണ് ഞാൻ കാര്യം പറഞ്ഞത്. ഓ സുഹൃത്തുക്കളെ, അത് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധമാണ്. മഹാദിയായ നഫീസത്തുൽ മുസ്രിയ റളിയല്ലാഹു അൻഹ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചു എന്ന് ചരിത്രത്തിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പുരുഷന്മാരെ നിസ്കരിക്കുന്നതിന് മുമ്പാണെന്ന് ഒരൊറ്റ കിതാബിലും ഇല്ല. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ നിസ്കരിക്കുന്നതിന് അത് തെളിവാവില്ല. അതേപോലെ പുരുഷന്മാർ നിസ്കരിച്ചതിന് ശേഷം സ്ത്രീകൾക്ക് നിസ്കരിക്കുന്നതിന് വിരോധം ഇല്ല. പക്ഷേ അവർക്കത് സുന്നത്താണെന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല, ഫർളാണെന്ന് തീരെയും പറഞ്ഞിട്ടില്ല. പുരുഷന്മാരെ നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ നിസ്കരിച്ചാൽ അത് മയ്യിത്തിനെ നിന്ദിക്കലാണ്, മയ്യിത്തിനെ നിസ്സാരപ്പെടുത്തലാണ്. കാരണം പുരുഷന്മാരുണ്ടായിട്ട് ആ മയ്യിത്തിന്റെ കാര്യം പടച്ചവനോട് പറയാൻ ആദ്യം തന്നെ മുന്നിൽ വരുന്ന ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞാൽ ആ മയ്യിത്തിനെ നിസ്സാരപ്പെടുത്തലാണ്. അതുകൊണ്ട് അത് പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ മയ്യിത്ത് നിസ്കാരം പുരുഷന്മാർ നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ നിസ്കരിച്ചാൽ അത് പാടില്ലാത്തതാണെന്ന് ഇമാം ഷർബീനി തങ്ങളെ പോലുള്ള ആളുകൾ അവരുടെ കിതാബുകളിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത ചില മുതഅല്ലിമീങ്ങളോ മുസ്ലിയാമാരോ ഉണ്ടെങ്കിൽ അവരതൊക്കെ നന്നായി മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഇപ്പോൾ അത് വിശദമായി പറയുകയല്ല. ആകയാൽ പുരുഷന്മാർക്കുള്ള ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് അല്ലാഹു തആല ഫർളും സുന്നത്തും ആക്കിയിട്ടില്ല എന്നതിനെ കുറിച്ച് നല്ല ബോധം നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടാകണം. ഓ സഹോദരന്മാരെ, ഏത് വിഷയത്തിലും നല്ല ബോധമുണ്ടാകണം. നമ്മൾ പടച്ചവനെ പേടിച്ച് ജീവിക്കണം, പടച്ചവനെ അംഗീകരിച്ച് ജീവിക്കണം, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അതിനുവേണ്ടിയാണ് വാളിന്റെ സദസ്സുകൾ. അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹു തആല ചെയ്ത വലിയ നിഅമത്താണ് നമുക്ക് അള്ളാഹു തന്ന ഈമാൻ. ആ ഈമാൻ കാത്തു സൂക്ഷിക്കണം. നമ്മൾ മുസ്ലിമീങ്ങളും മോമിനീങ്ങളുമായി ജീവിച്ച് മരിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിനെല്ലാം തൗഫീഖ് നൽകട്ടെ. ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു, അലാ ദാ മനന്ത വദാ വഹാദാ ഖദൽത വദാക അൻത വദാ ലം തുഇൻ. പരാജിതൻ ആയി പോകുന്നത് അല്ലാഹു ഒരാളെ പരാജിതരാക്കിയാൽ അവർ പരാജയപ്പെട്ടു പോകും. അല്ലാഹു ഒരാളെ വിജയിയാക്കിയാൽ അവൻ വിജയിക്കും. ജനങ്ങളിൽ നല്ലവരും വടക്ക് മനുഷ്യന്മാരുമുണ്ട്. അതെ, ചിലർക്ക് അല്ലാഹു ചെയ്യുന്ന നിഅമത്താണ് അവർക്ക് നല്ലവരായി ജീവിക്കാൻ സാധിച്ചു എന്ന്. ആ നിഅമത്ത് അല്ലാഹു നമുക്ക് തന്ന ഈമാൻ, അല്ലാഹു നമുക്ക് തന്ന ഇസ്ലാം, അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി നമ്മൾ ജീവിക്കണം. ദുനിയാവിന്റെ പൂജകന്മാരാകാൻ പാടില്ല. അല്ലാഹു ഉദ്ദേശിക്കാത്തതൊന്നും കിട്ടൂല. യുരീദുൽ മറു അൻ യുതാമുനഹു വയബല്ലാഹു ഇല്ലാ മാ അറാദാ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടുകയാണ്, മനുഷ്യൻ ഉദ്ദേശിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടണമെന്ന്. വയബല്ലാഹു ഇല്ലാ മാ അറാദാ. അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചത് മാത്രമേ നടപ്പാക്കുന്നുള്ളൂ. യഖൂലുൽ മറു ഫായിദതി വമാലി വതഖ്വല്ലാഹി അഫ്ളലു മസ്തഫാദാ. അതെ, മനുഷ്യരെപ്പോഴും എനിക്ക് സമ്പത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, എവിടെയും ലാഭം കിട്ടണമെന്ന് ചിന്തിക്കുന്നു, അവൻ ആ പ്രവർത്തനവുമായി പോകുന്നു. എന്നാൽ ദുനിയാവിനേക്കാൾ വില കൽപ്പിക്കേണ്ടത് പടച്ചവൻ കൽപ്പിച്ചതെല്ലാം എടുക്കുകയും പടച്ചവൻ വിരോധിക്കുന്നത് അതാ കൈക്കൊഴിക്കുകയും ചെയ്തുകൊണ്ടുള്ള ജീവിതം, അതാണ് യഥാർത്ഥത്തിൽ അതാ വിജയം കൈവരിക്കാനുള്ള ഏറ്റവും നല്ല ജീവിതം. ഓ മനുഷ്യ, ഇദാ അസ്ബഹതു ഇൻദി ഖൂതു യൗമി ഫഖല്ലിൽ ഹമ്മ അന്നി യാ സഈദോ. മോനെ, ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണമുണ്ടോ? എന്നാൽ നീ പടച്ചവന്റെ മേലെല്ലാം ഏൽപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കോ. നാളത്തെ കാര്യം റബ്ബിനല്ലേ അറിയൂ.
നീ ജോലി എടുക്കണ്ട നീ പറഞ്ഞതിനർത്ഥമില്ല, ബിസിനസ് ചെയ്യണ്ട നീ പറഞ്ഞതിനർത്ഥമില്ല. പക്ഷെ അതെല്ലാം ഹലാലായ മാർഗത്തിലായിരിക്കണം. ഹറാമിലൂടെ ഒരു നയാകാശം നമ്മൾ സമ്പാദിക്കരുത്. ഇന്നിപ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം വേണം, നാളത്തെ ഭക്ഷണം വേറൊരു ഭക്ഷണമാണ്, അത് റബ്ബ് തരുമെന്ന് ഏറ്റെടുത്തതാണ്. എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുക്കുമെന്നത് അല്ലാഹ് ഏറ്റെടുത്തതാണ്. അതിന്റെ പേരിൽ നമ്മൾ ആരും ഹറാം ഹലാൽ നോക്കാതെ ജീവിക്കേണ്ടതില്ല. ഉസല്ലിമു ഇൻ അറാദല്ലാഹു അംറാ ഫഅത്റുകു മാ ഉരീദു ലിമാ യുരീദു. അല്ലാഹു ഉദ്ദേശിച്ചത് എന്താണോ അതിനു വേണ്ടി കൈയൊഴിക്കേണ്ടത് ഞാൻ കൈയൊഴിക്കുന്നു. പടച്ചവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതിനു വേണ്ടി ഞാൻ പടച്ചവന് വിധേയപ്പെട്ട് ജീവിക്കുന്നു. വമാലി ഇറാദതി വജുൻ നിദാമാ അറാദല്ലാഹു ലീമാ ലാ യുരീദു. പടച്ചവൻ ഉദ്ദേശിച്ചത് ഇവിടെ നടക്കുന്നു, അല്ലാത്തതൊന്നും ഇവിടെ നടക്കുന്നില്ല. ആ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് അല്ലാഹുവിനെ സ്നേഹിച്ച് അല്ലാഹുവിനെ വഴിപ്പെട്ട് അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങൾ അവൻ്റെ അതാ തൃപ്തിയിലേക്ക് വേണ്ടി ചെലവഴിച്ച് നമ്മൾ ജീവിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എൻ്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ കിതാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി ഖബൂൽ ചെയ്യട്ടെ. കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം. ഒരു നേരത്തെ നിസ്കാരവും ഖളാ ആക്കിക്കൂടാ. അതുപോലെ പടച്ച റബ്ബ് നിർബന്ധമാക്കിയതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം. കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവം എല്ലാം നല്ലതായിരിക്കണം. എല്ലാവരും നന്നാകണം എന്ന ചിന്ത നമുക്കുണ്ടാകണം. ആരും പരാജയപ്പെട്ടു പോകരുത്, ആരും തന്നെ അല്ലാഹുവിൻ്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടരുത്. എല്ലാവരും രക്ഷപ്പെടണമെന്ന ചിന്ത നമ്മുടെ ഖൽബിൽ എപ്പോഴും ഉണ്ടാകണം. നല്ല കാര്യങ്ങൾക്ക് പിന്തുണ നൽകണം, മോശമായ വിഷയങ്ങൾക്ക് ഒരിക്കലും തന്നെ നമ്മൾ പിന്തുണ നൽകാൻ പാടില്ല. റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കണം. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ തൃപ്തി കരുതി അല്ലാഹുവിന് വേണ്ടി ജീവിതം നയിച്ചാൽ ആ റബ്ബ് നമ്മെ സഹായിക്കാനുണ്ടാകും. റബ്ബ് പറഞ്ഞില്ലേ, ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. ഇരുന്നോളൂ. അല്ലാഹുവിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ച് അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുത്ത് അല്ലാഹു വിരോധിച്ചതൊക്കെ ഒഴിച്ച് ആരാണോ ജീവിക്കാൻ തയ്യാറാകുന്നത്, അങ്ങനെ അല്പവും തന്നെ മനസ്സിൽ അഹങ്കാരമില്ലാതെ, അല്പവും തന്നെ മറ്റൊരാളോട് അസൂയയില്ലാതെ, വിദ്വേഷമോ വൈരാഗ്യമോ ഇല്ലാതെ നല്ല മനസ്സോടുകൂടെ ജീവിക്കുന്നവരാരാണോ, അങ്ങനെ ജീവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെ ഉണ്ടെന്നാണ് റബ്ബ് പറയുന്നത്. അതിന് നല്ല ക്ഷമ വേണം. പടച്ച റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി നല്ല ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അല്ലാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് പൂർവ്വകാല ചരിത്രങ്ങൾ, അതേ കഴിഞ്ഞുപോയ അമ്പിയാക്കളെ ചരിത്രങ്ങൾ, കഴിഞ്ഞുപോയ മുഅ്മിനീങ്ങളെ ചരിത്രങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾക്കറിയില്ലേ, പരിശുദ്ധ ഖുർആനിൽ അറാഫ് സൂറത്തിൽ നമുക്കൊരായത്ത് കാണാം. വസ്അൽഹും മിനൽ ഖറിയത്തില്ലതീ കാനത് ഹാദിറത്തൽ ബഹരി ഇദ് യഅദൂന ഫിസ്സബ്ത് ഇദ് തഅതീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുർഅൻ വയൗമ ലാ യസ്മിതൂന ലാ തഅതീഹിം കദാലിക നബ്ലുഹും ബിമാ കാനൂ യഫ്സുഖൂൻ. ഒരു വിഭാഗം ആളുകൾ, ആ ആളുകളോട് അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ടായി, ശനിയാഴ്ചയെ ബഹുമാനിക്കണം. അതേ ജൂതന്മാരിൽപ്പെട്ടവരാണ്, ബനൂ ഇസ്രായേലാണ്. ആ ശനിയാഴ്ച നിങ്ങൾ മത്സ്യം പിടിക്കാൻ പോകണ്ട. പക്ഷേ അല്ലാഹുവിൻ്റെ പരീക്ഷണം നോക്കണം നിങ്ങൾ. ശനിയാഴ്ച ദിവസം അവർ മത്സ്യം പിടിക്കാൻ പോകാതിരിക്കുമ്പോൾ കടലിൻ്റെ തീരത്ത് വന്ന് മത്സ്യം ഇങ്ങനെ തുള്ളുകയാണ്. അവർക്ക് പിടിക്കാൻ പ്രചോദനം നൽകുന്ന വിധത്തിൽ മത്സ്യം ഇങ്ങനെ തുള്ളുകയാണ്. അല്ലാഹ് പറഞ്ഞില്ലേ, കദാലിക നബ്ലുഹും, അവരെ നമ്മളങ്ങനെ പരീക്ഷിച്ചതാണ്. അവർ പ്രവർത്തിക്കുന്നത് എന്താണ് എന്ന് നോക്കാൻ വേണ്ടിയുള്ള പരീക്ഷണമാണ്. വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഈദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബികും വലഅല്ലഹും യത്തഖൂൻ. അപ്പോൾ അവരിൽ ചിലർ ഒരു ചെറിയ കുതന്ത്രം മെനയുകയാണ്. എന്താണ്? മത്സ്യം നമ്മളോട് പിടിക്കണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കടലിന്റെ തീരത്തിങ്ങനെ കരയുടെ അടുത്തേക്ക് മത്സ്യം വരുമ്പോ ആ മത്സ്യത്തിനെ നമുക്ക് പിടിക്കൽ വിറ്റേന്നാക്കാം, അന്ന് നമുക്കതിനെ തടഞ്ഞു നിർത്താം. അങ്ങനെ ചില കുതന്ത്രങ്ങൾ മെനയാൻ ഒരു കൂട്ടർ തുനിയുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെ ടീം മൂന്നാവുകയാണ്.
ഒരു ടീം പറയുന്നു പടച്ചവൻ വിരോധിച്ചതാണ്, നമ്മൾ അതിനില്ലപ്പോ, അതെ ഞങ്ങൾ അതിനില്ല. മറ്റൊരു ടീം ഞങ്ങൾ അതിനില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ പോകരുത് കേട്ടോ, അത് തെറ്റാണ്. വേറൊരു ടീം നമ്മൾ അങ്ങനെ ചെയ്യുമെന്ന് വാശിയാണ്. ഈ മൂന്ന് കക്ഷികൾ ഉണ്ടായപ്പോൾ അല്ലാഹ് പറയാണ്, ആ മൂന്ന് കക്ഷികളിൽ ഉമ്മത്തും മിൻഹും ലിമ തഅദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികും വ മുഅദ്ദിബുഹും അദാബൻ ശദീദാ. ഒരു കൂട്ടർ ഉപദേശിക്കുന്നവരോട് ചോദിക്കുന്നു, എന്തിനാണ് അവരോട് വഅദ് പറയുന്നത്? അല്ലാഹ് അവരെ നശിപ്പിക്കൂലേ, നമ്മളെന്തിനു വഅദ് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ വഅദ് പറയുന്നവരെ മറുപടി ഖാലൂ മഅദിറത്തൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. പടച്ചവന്റെ മുമ്പിലെത്തുമ്പോ നമുക്ക് പറയാലോ, ഞങ്ങൾ തെറ്റ് വിരോധിച്ചിട്ടുണ്ട് അല്ലാഹ്, ഞങ്ങൾ നോക്കി നിന്നിട്ടില്ല. അവരാരെങ്കിലും നന്നായി തഖ്വയിലേക്ക് വന്നാലോ. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി അൻജയ്നൽ ലദീന യൻഹൗന അനിസ്സൂ. അല്ലാഹ് പറയാണ്, അങ്ങനെ അവരാ മത്സ്യം പിടിക്കരുതെന്ന് പറഞ്ഞ് മത്സ്യം പിടിക്കാൻ ചെന്നപ്പോൾ നമ്മൾ അവരെ നശിപ്പിച്ചു. അത് മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതേ 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 യഅദൂരഹും ഫിസ്സബ്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ടീമുണ്ടല്ലോ, ആ ബനൂ ഇസ്രായേൽ ഉണ്ടല്ലോ, അവരോട് വിരോധിച്ചത് ചെയ്തപ്പോൾ ഫഖുന്നാ ലഹും കൂനൂ ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ കുരങ്ങന്മാരായിക്കോളൂ എന്ന് നമ്മൾ ഓർഡർ ചെയ്തു. മനുഷ്യന്മാര് മുഴുവനും കുരങ്ങുകളായി പോയി. അങ്ങനെ ഒരു വലിയ ശിക്ഷ നമ്മൾ നൽകി. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് പറയാണ്, അത് ശനിയാഴ്ചയെ ബഹുമാനിക്കാത്തത് കൊണ്ട് സംഭവിച്ച തെറ്റാണ്, അതിന്റെ പേരിൽ വന്ന ശിക്ഷയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ എങ്ങനെയാണ് ഇറങ്ങുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ പഴയ കാലത്ത് ജീവിച്ചു വന്ന അതേ ശൈലിയിലും അതേ തഖ്വയിലും അതേ സുന്നത്ത് ജമാഅത്തും മുറുകെ പിടിച്ച് ജീവിക്കണം. ഇവിടെ ഈ പുത്തൻവാദികളും ജമാഅത്തെ ഇസ്ലാമിയും സലഫികളും വ്യാജ തരീഖത്തുകാരും ഖാദിയാനികളും അങ്ങനെ തുടങ്ങി ഒരുപാട് കക്ഷികൾ വന്നപ്പോ മുസ്ലിമീങ്ങളെ ഇസ്സത്ത് നഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മുസ്ലിമീങ്ങൾക്ക് അല്ലാഹ് അദാബ് ഇറക്കുന്നത് കാണുന്നില്ലേ? ഓരോന്നും വരുമ്പോൾ അദാബും മുസീബത്തും ഇറങ്ങുന്നത് കാണുന്നില്ലേ? അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് തെറിച്ചു പോകുമ്പോൾ ആ തെറിച്ചു പോകുന്നവരെ ഉപദേശിക്കാനും കൂടി ആളുകളില്ലാതിരുന്നാൽ പടച്ചവൻ ഇറക്കുന്ന മുസീബത്ത് വലുതായിരിക്കും. അതിനാൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, നിങ്ങൾ ഭയപ്പെട്ടോളണം, പടച്ചവന്റെ പരീക്ഷണം പേടിച്ചോളണം. ആ പരീക്ഷണം ചിലപ്പോൾ അതേ അക്രമം ചെയ്തവരെ മാത്രമല്ല പിടികൂടുക, അത് എല്ലാവർക്കും ചിലപ്പോൾ ബാധകമാകും. അതുകൊണ്ട് ഈമാനും തഖ്വയുമായി ജീവിതം നയിക്കണം. അതിന് നമ്മൾ സന്നദ്ധരാകണം. വഅദിന്റെ സദസ്സുകൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ്. അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ വഅദ് പറയുന്ന പണ്ഡിതന്മാരും അതിന് ഉത്തരവാദിയാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ കാലമാണ്. ആളുകൾ പലരും സോഷ്യൽ മീഡിയയിലാണ്. ആവശ്യമില്ലാത്ത ചർച്ചകൾ, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ. സുബ്ഹാനല്ലാഹ്, ബുർദയെല്ലാം വേണ്ടി എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും അവിടുന്ന് അനാവശ്യം പാടുന്ന ചില പാട്ടുകാരുമാണ്. അതുപോലെ സുബ്ഹാനല്ലാഹ്, എവിടെ നോക്കിയാലും ശറഇനെതിരായ ദീനിനെതിരായ നീക്കങ്ങൾ. അതിനെതിരെ നമ്മളെല്ലാവരും ജാഗ്രതയുള്ളവരാകണം, ബോധമുള്ളവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും തൗഫീഖ് നൽകട്ടെ. ഈ സുള്ളിയ അൽഹംദുലില്ലാഹ് ഇവിടെ വളരെ നേരത്തെ, ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഉണ്ടായിരുന്ന പഴയ കാലത്തുള്ള ഖാദിയും ഖതീബും അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും ഇവിടെ ഉണ്ടായിരുന്ന ഉമറാക്കളും എല്ലാം കുട്ടിക്കാലം മുതലേ വലിയ സ്നേഹമുള്ളവരാണ്. ഇപ്പോഴും അൽഹംദുലില്ലാഹ് ഇവിടെയുള്ള ആളുകൾ വലിയ സ്നേഹവും കൂറും പുലർത്തുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിനും നാട്ടിന്റെ പരിസരങ്ങളിലുള്ളവർക്കും എല്ലാ തൗഫീഖും നൽകുമാറാകട്ടെ. ചെറിയ ഓല ഷെഡ് കിട്ടി 19 സെന്റ് സ്ഥലത്ത് തുടങ്ങിയ സിറാജുൽ ഹുദ എന്ന സ്ഥാപനം, അതിനുവേണ്ടി നിങ്ങളെടുക്കൽ വന്ന് പിരിവ് ചോദിക്കുന്ന ഉസ്താദ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വരുമ്പോൾ നിങ്ങളൊക്കെ നല്ല സംഭാവനകൾ കൊടുക്കണം. മുതഅല്ലിമീങ്ങളെ പോറ്റാൻ, ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ ഒരു മാസത്തിൽ 90 ലക്ഷം ഉറുപ്പിക വേണം. നിങ്ങളൊക്കെ കൊടുക്കുന്ന സംഭാവന കൊണ്ടാണ് നടത്തുന്നത്. ഈ അടുത്ത് 80ഓളം ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്ന് പലരോടും വരാൻ ഞാൻ പറയുകയും അറിയുകയൊക്കെ ചെയ്യുന്നു. പലർക്കും വരാൻ കഴിഞ്ഞു, ചിലർക്ക് കഴിഞ്ഞില്ല. നമ്മുടെ സംഗീസ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹം വന്നു. അദ്ദേഹം ഒരു സഹായം നല്ലത് ചെയ്തു, ഇനിയും സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ നിങ്ങളെല്ലാം സിറാജുൽ ഹുദ കാണാൻ വരണം എന്ന് ഞാൻ ക്ഷണിക്കുന്നു. അല്ലാഹു തആല നമുക്ക് റജബിലും ശഅബാനിലും ബർക്കത്ത് നൽകട്ടെ. പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാനും യാത്രയേക്കാനും ജീവിതത്തിൽ പലതവണ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു ഞങ്ങളുടെ മജ്ലിസിനെ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഒരു കൈ പിടിക്കുന്ന മൈക്ക്. നാളെ മുതൽ കുറ്റ്യാടിയിൽ നാദാപുരത്ത് സപ്തദിന പ്രഭാഷണം, 7 ദിവസത്തെ വാദ്. ഞാൻ കൊല്ലത്തിൽ 7 ദിവസം നാദാപുരത്ത് വാദ് പറയും.
സൂറത്തുൽ ഫാത്തിഹ 7 ദിവസം പറഞ്ഞു, യാസീൻ 7 ദിവസം പറഞ്ഞു, തബാറക്ക 7 ദിവസം പറഞ്ഞു, റഹ്മാൻ സൂറത്ത് 7 ദിവസം പറഞ്ഞു, അങ്ങനെ പലതും പറഞ്ഞു. നാളെ പറയാൻ പോകുന്നത് സൂറത്ത് യൂസുഫ്, സംഭവബഹുലമായ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള സൂറത്ത് യൂസുഫ്. അതാണ് നാളെ മുതൽ 7 ദിവസം നാദാപുരത്ത് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ലൈവിൽ തന്നെ കേൾക്കാൻ സാധിക്കും, ഇല്ലെങ്കിൽ യൂട്യൂബിൽ കിട്ടും. നിങ്ങളത് കേട്ടു നോക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയും, നാളെ പോയിട്ട് വേണം 1000 കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. അടുത്ത ട്രെയിനിന് പോകണം. ഇവിടെ വന്ന് നോക്കുമ്പോൾ 9 മണിക്ക് ഞാൻ വന്നു, പക്ഷേ ആളുകൾ ഇങ്ങനെ എത്തിയിട്ടില്ല. ആളുകൾ ഇങ്ങനെ വരികയാണ്, മുത്താലിമീങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് നീട്ടി നിങ്ങളുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹയും സൂറത്തും ഓതണം. ഇവിടെ ഖബറിൽ ഇവിടെ തൊട്ടടുത്ത് മറവ് ചെയ്യപ്പെട്ട എല്ലാവരുടെ പേരിലും. അതേപോലെ നമ്മുടെ ഉമ്മ-ബാപ്പമാർ, എൻ്റെ ഉമ്മ മരിച്ച മാസമാണ് റജബ്. അതുപോലെ നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഉസ്താദുമാർ, ഖാജാ മുഈനുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ തങ്ങളടക്കം പലരും വഫാത്തായി പോയ മാസമാണ് റജബ്. നമ്മളുടെ കൂടെ പഠിച്ചിരുന്ന സുല്ലിക്കടുത്തുള്ള ഇബ്രാഹിം സഖാഫിയുടെ മകൻ അബ്ദുള്ള സിദ്ദീഖ് അബ്ദുള്ള, അദ്ദേഹവും പെട്ടെന്ന് മരിച്ചുപോയതാണ്. മുതഅല്ലിമായിരുന്നു. അല്ലാഹു തആല മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗം കൊടുക്കട്ടെ. ഈ അടുത്ത ദിവസം സിറാജുൽ ഹുദയുടെ വളരെ സജീവമായി സഹായിച്ച കുഞ്ഞമ്മദ് ഹാജിയും ഹസനാജിയും ഒക്കെ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്കും സ്വർഗം കൊടുക്കട്ടെ. എല്ലാവരും ഫാത്തിഹയും സൂറത്തും ഓതി നമുക്ക് ദുആ ചെയ്യണം.